സൃഷ്ടിച്ച ആ മാതൃക ഏറെ പ്രയാസമുള്ളതും മറ്റുള്ളവർക്ക് പലപ്പോഴും സങ്കല്പിക്കാൻ കഴിയാത്തതുമായ വിധത്തിലുള്ള സങ്കീർണതകളുള്ള ഒന്നാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നു. ഈ സംവിധാനം ഏതാണ്ട് കാലാതിവർത്തിയാണ് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. ഇത്രയും വിപുലമായിട്ടുള്ള ഒരു സംവിധാനത്തെ നമ്മൾ എങ്ങനെ കൂടുതൽ ക്രിയാത്മകമായി ആധുനിക കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കണം എന്നുള്ള വിധത്തിലാണ് നമ്മുടെ ചർച്ച പുരോഗമിക്കേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ നിരീക്ഷണം. ജനകീയാസൂത്രണത്തിന് ഒരിക്കലും മികവ് അവകാശപ്പെടാനില്ലാത്തൊരു മേഖലയാണ് ഈ വിഭാഗങ്ങളുടെ പരിരക്ഷയുമായി, അവരുടെ ജീവനോപാധികൾ മെച്ചപ്പെടുത്തുന്നതുമായി, അവരുടെ വിദ്യാഭ്യാസ സൗകര്യം മെച്ചപ്പെടുത്തുന്നതുമായിട്ടൊക്കെ നാം ചെയ്യേണ്ടിയിരുന്ന പ്രവർത്തനങ്ങൾ ചെയ്തില്ല എന്നുള്ളത്. അത് ഒരു കറുത്ത പൊട്ടായി ഇപ്പോഴും അവശേഷിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ജനകീയാസൂത്രണത്തിൻ്റെ കഴിഞ്ഞ 25, 26, 27 വർഷങ്ങളുടെ ഫലം എന്തായിരുന്നു? അതിൻ്റെ അനുഭവങ്ങൾ എന്തായിരുന്നു? കേരളത്തെ അത് ഏത് ദിശയിലേക്കാണ് നയിച്ചത്? നിലവിലെ സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ഒരു സംവിധാനത്തിൻ്റെ പ്രസക്തി എന്താണ്? നമ്മൾ ആവിഷ്കരിച്ച ആ സംവിധാനത്തിന് ഇനിയും കേരളത്തിൻ്റെ വികസന വെല്ലുവിളികളെ നേരിടാൻ കഴിയുമോ എന്നിങ്ങനെ വളരെ കാതലായിട്ടുള്ള ചില പ്രശ്നങ്ങളാണ് ആ ചർച്ചയിൽ ഉയർന്ന് വന്നത്. അതുകൊണ്ട് തന്നെ 40 മിനിറ്റോളം നീളുന്ന ഈ സെഷനിൽ പ്രധാനമായും നിങ്ങളിൽ ബഹുഭൂരിപക്ഷവും ശരീരം കൊണ്ടും ആത്മാവ് കൊണ്ടും വളരെയധികം ഉൾച്ചേർന്നിരുന്ന ജനകീയാസൂത്രണ പ്രസ്ഥാനത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, ആധുനിക കാലത്തെ സവിശേഷതകൾക്കനുസരിച്ച് അതിനെങ്ങനെ രൂപമാറ്റം സംഭവിച്ചു എന്നുള്ളതിൻ്റെ ഒരു സംക്ഷിപ്ത വിവരണവും നമുക്ക് ഈ സംവിധാനത്തെ കൂടുതൽ ഫലപ്രദമായി എങ്ങനെ കേരളത്തിൻ്റെ സമഗ്രവും സുസ്ഥിരവുമായ വികസനത്തിന് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതുമാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഞാനിതിൻ്റെ ചരിത്രത്തിലേക്ക് പോകുന്നില്ല, കാരണം ആ ചരിത്രം എല്ലാവർക്കും ഹൃദിസ്ഥമാണ്. എങ്ങനെയാണ് ഇത്തരത്തിലുള്ളൊരു വലിയ ജനാധിപത്യ പ്രക്രിയ കേരളത്തിലെമ്പാടും വേരോടിയത്, എങ്ങനെയാണ് അത് സ്ഥാപനവൽക്കരിക്കപ്പെട്ടത്, അതുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ ഭരണ സംവിധാനത്തിൽ ഉണ്ടായിട്ടുള്ള വിപുലമായിട്ടുള്ള മാറ്റം, പുതിയ സ്ഥാപനങ്ങൾ, അവ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതൊക്കെ നമുക്കറിയാവുന്നതാണ്. കേരളത്തിൻ്റെ വികസന ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരേടാണ് വികേന്ദ്രീകൃത ആസൂത്രണം എന്ന് നമുക്കറിയാം. അത് ഉണ്ടായ സമയത്ത് ഭാരതത്തിലെ ആദ്യത്തെ അനുഭവമായിരുന്നു, ആദ്യത്തെ പരീക്ഷണമായിരുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമായിട്ട് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, ഇപ്പോഴും ഇന്ത്യയിലെ ഒരേ ഒരു പരീക്ഷണമായിട്ടാണ് നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ഇതിൻ്റെ 1% വിപുലമായ വിധത്തിൽ എന്തെങ്കിലും മാറ്റം നടന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന അവസ്ഥ ഇപ്പോഴില്ല. അതുകൊണ്ട് തന്നെ ആ പരീക്ഷണം അല്ലെങ്കിൽ നാം സൃഷ്ടിച്ച ആ മാതൃക ഏറെ പ്രയാസമുള്ളതും മറ്റുള്ളവർക്ക് പലപ്പോഴും സങ്കല്പിക്കാൻ കഴിയാത്തതുമായ വിധത്തിലുള്ള സങ്കീർണതകളുള്ള ഒന്നാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നു. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം, കേന്ദ്ര ഗവൺമെൻറ് എല്ലാ സംസ്ഥാനങ്ങളോടും കേരളത്തിൻ്റെ ഇതേ മാതൃകയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ പ്രാദേശിക വികസന പദ്ധതികൾ ഉണ്ടാക്കണമെന്ന് നിഷ്കർഷിക്കുന്നുണ്ട്. GPDP എന്ന ഓമന പേരിലാണ് അത് അറിയപ്പെടുന്നത്, ഗ്രാമപഞ്ചായത്ത് ഡെവലപ്മെന്റ് പ്ലാൻ. അവർക്ക് 25 വർഷം കഴിഞ്ഞതിന് ശേഷം ആകെ ഓരോ പഞ്ചായത്തിലും പദ്ധതികൾ ഉണ്ടാകണം എന്ന് മാത്രമേ പറയാൻ കഴിയുന്നുള്ളൂ.
ആ പദ്ധതികൾ എങ്ങനെ രൂപപ്പെട്ടു വരുന്നു, അതെങ്ങനെ സുസ്ഥിരമായി നിലനിർത്തും, അതിനുവേണ്ട ഉദ്യോഗസ്ഥ സംവിധാനം, അതിനാവശ്യമായിട്ടുള്ള ധനവിഭവങ്ങൾ, വിപുലമായിട്ടുള്ള മറ്റ് സംഘടനാ സംവിധാനങ്ങൾ, ഇവയെക്കുറിച്ചൊന്നും സ്പർശിക്കുകയോ അങ്ങനെ വേണമെന്ന് ആവശ്യപ്പെടുകയോ നിഷ്കർഷിക്കുകയോ ചെയ്യാത്ത വിധത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ് ജനകീയ ആസൂത്രണം ഇന്ത്യയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അതിൻ്റെ ഏറ്റവും വലിയ വൈരുദ്ധ്യം, ഇതിന് പൂർവ്വ മാതൃക സൃഷ്ടിച്ച കേരളത്തോട് പോലും ഞങ്ങൾ ഈ പറയുന്ന വളരെ പരിമിതമായ വിധത്തിലുള്ള വികേന്ദ്രീകൃത ആസൂത്രണ പദ്ധതി തയ്യാറാക്കി ഞങ്ങൾക്ക് അയച്ചു തരണമെന്നും ആ പദ്ധതി തയ്യാറാക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സ്വാഭാവികമായി ലഭിക്കേണ്ട ധനവിഭവങ്ങൾ ഞങ്ങളിൽ നിന്ന് ലഭിക്കൂ എന്ന് പോലും പറയുന്ന ഔദ്ധത്യത്തിലേക്ക് അത് മാറിയിട്ടുണ്ടെന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ചാൽ വലിയ രസം തോന്നും. ഇത് ആവിഷ്കരിച്ചത് കേരളം, ഇതിന്റെ സംവിധാനങ്ങൾ ഉണ്ടാക്കിയത് കേരളം, മറ്റുള്ളവരെ പഠിപ്പിച്ചത് കേരളം, ഇതുമായി ബന്ധപ്പെട്ട് വികസന സാഹിത്യത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശങ്ങളുള്ളത് കേരളത്തെക്കുറിച്ച്. കേരളം കഴിഞ്ഞാൽ പിന്നെ പരാമർശങ്ങളുള്ളത് ലാറ്റിൻ അമേരിക്കയെക്കുറിച്ചും മറ്റു രാജ്യങ്ങളെക്കുറിച്ചുമൊക്കെയാണ്. പക്ഷേ ഇതൊക്കെ ആവിഷ്കരിച്ച് നമ്മളോട് ഏറ്റവും വികലമായ ഒരു അനുകരണ മാതൃക നമ്മുടെ മുന്നിൽ വെച്ചിട്ട് നിങ്ങൾ ഇന്നത് ചെയ്യണമെന്നും അത് നിങ്ങൾ പദ്ധതികളൊക്കെ രൂപീകരിക്കുന്നതിന് വളരെ മുമ്പേ തന്നെ ചെയ്ത് ഞങ്ങൾക്ക് അയച്ചു തരണമെന്നും ആവശ്യപ്പെടുന്ന ഏറ്റവും പരിഹാസ്യമായ ഒരു സ്ഥിതിയിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. ആ വിഷയങ്ങളിലേക്ക് ഞാൻ പിന്നീട് വരാം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ സംവിധാനം ഏതാണ്ട് കാലാതിവർത്തിയാണ് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. അതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട്, നിരവധി കണക്കുകളുണ്ട്. ഒരുപാട് കണക്കുകൾ പറഞ്ഞ് ഞാൻ മുഷിപ്പിക്കുന്നില്ല. എൻ്റെ കയ്യിൽ പ്രധാനമായും 2 പ്രധാനപ്പെട്ട രേഖകളാണ്. ഒന്ന്, 14ാം പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ആസൂത്രണ ബോർഡ് തയ്യാറാക്കിയിട്ടുള്ള വർക്കിംഗ് ഗ്രൂപ്പ് റിപ്പോർട്ട്. വളരെ സമഗ്രമായി 25 വർഷത്തെ അനുഭവങ്ങൾ അതിനകത്ത് സ്വാംശീകരിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, മുന്നോട്ടുള്ള വഴിയെക്കുറിച്ച് വളരെ വിശദമായി അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. രണ്ടാമത്തേത്, കഴിഞ്ഞ 2 വർഷം മുമ്പ് ഉണ്ടായിട്ടുള്ള ഇക്കണോമിക് റിവ്യൂവിൽ ജനകീയ ആസൂത്രണത്തിന് 25 വർഷത്തെക്കുറിച്ച് തയ്യാറാക്കിയിട്ടുള്ള സ്പെഷ്യൽ തീം പേപ്പർ, അതിലും വളരെ വിശദമായി ഈ കാര്യം പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 40 മിനിറ്റ് നീളുന്ന ഈ അവതരണത്തിൽ കൂടുതലായി കണക്കുകൾ അറിയണമെങ്കിൽ ഈ 2 മലയാളത്തിൽ ലഭ്യമായിട്ടുള്ള രേഖകൾ വിശദമായി വായിക്കണം എന്ന് ആദ്യമേ അപേക്ഷിക്കുകയാണ്. കാരണം ഇത് വെറുതെ പറയുന്നതല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കൃത്യമായ സ്ഥിതിവിവര കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ അനുഭവങ്ങളെ നാം ക്രോഡീകരിച്ചിരിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പറയുന്ന മാതൃകയുടെ സവിശേഷതകളാണ്. ഒന്ന്, വ്യക്തിപരമായി പറഞ്ഞാൽ നിങ്ങളെപ്പോലെയുള്ള പരിണിതപ്രജ്ഞരായിട്ടുള്ള ജനകീയാസൂത്രണ പ്രവർത്തകരുടെ മുന്നിൽ പറയാൻ വലിയ പരിചയവും അനുഭവം എന്നുള്ള ആളല്ല ഞാൻ. നിങ്ങളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ വിശദമായ കാര്യങ്ങൾ നേരിട്ട് നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഞാനൊരു വിദ്യാർത്ഥിയായിരുന്നു. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ കൃഷിയാണ് എൻ്റെ മുഖ്യ വിഷയം. പക്ഷെ അതിൽ സവിശേഷമായി ശ്രദ്ധ ചെലുത്തിയത് ഗ്രാമവികസനവും അതുപോലെ തന്നെ കാർഷിക വികസനവും ബന്ധപ്പെട്ടിട്ടുള്ള കൃഷിയുടെ സാമൂഹിക ശാസ്ത്രപരമായിട്ടുള്ള വിഷയങ്ങളാണ്. ഞാൻ ഇതാദ്യം ശ്രദ്ധിക്കുന്നത് ഹിന്ദുവിൽ വന്ന ഒരു ലേഖനം, അതുപോലെ ഫ്രണ്ട് ലൈനിൽ 996 ജനകീയാസൂത്രണം ആരംഭിച്ച സമയത്ത് വളരെ വിശദമായി എഴുതപ്പെട്ടിട്ടുള്ള ഏതാണ്ട് ഒരു പതിപ്പ് പോലെ തന്നെ അതിനുവേണ്ടി മാത്രം മാറ്റിവെച്ചിട്ടുള്ള ആ പതിപ്പിലെ ലേഖനങ്ങൾ കണ്ടിട്ടാണ് ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. അന്ന് ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ PhD ചെയ്തുകൊണ്ടിരുന്ന ഞങ്ങളെപ്പോലെയുള്ള ഉൽപ്പദൃഷ്ടുക്കൾ എന്ന് പറയാവുന്ന ഡൽഹി സയൻസ് ഫോറം ഒക്കെ ആയിട്ട് നല്ല സജീവമായിട്ടുള്ള ബന്ധമുണ്ടായിരുന്ന ഒരു സമയം. എന്താണ് വികസനം, എന്താണ് ജനങ്ങളുടെ പങ്കാളിത്തം എന്നുള്ളത് സംബന്ധിച്ച് ചൂടേറിയ ചർച്ചകൾ നടക്കുന്ന സമയത്താണ് കേരളത്തിൽ നമ്മുടെ വീട്ടുമുറ്റത്ത്
ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ പരീക്ഷണം നടക്കുന്നത്. ജനങ്ങളുടെ പങ്കാളിത്തം എന്നുള്ളത് സാധാരണ തെരഞ്ഞെടുപ്പ് എന്നുള്ളതിനപ്പുറത്തേക്ക് കൂടുതൽ സമഗ്രവും കൂടുതൽ ജൈവികവുമായ ഒന്നായി മാറ്റാൻ കഴിയും എന്ന ഒരു വികസന മാതൃകയുടെ സൗന്ദര്യമാണ് നമ്മളെപ്പോലെയുള്ളവരെ ഈ മുഴുവൻ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിച്ചത്. വ്യക്തിപരമായി പറഞ്ഞാൽ അതിൻ്റെ പേരിൽ എൻ്റെ ഗവേഷണ പ്രബന്ധം ആ വിഷയത്തിലാകണം എന്ന് ഞാൻ വാശി പിടിക്കുകയും ബീഹാറുകാരനായിട്ടുള്ള എൻ്റെ പ്രൊഫസർ ദിസ് ഈസ് എ ബോഗസ് പ്രോഗ്രാം എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുകയും ചെയ്തൊരു അനുഭവം എനിക്കുണ്ട്. ആ സമയത്ത് ജനകീയാസൂത്രണത്തിൻ്റെ ആദ്യ 2 വർഷങ്ങൾ കടന്നു പോകുന്ന സമയമാണ്. അധിക്ഷേപിച്ച അദ്ദേഹത്തോട് ഞാൻ കേരളത്തിൽ അദ്ദേഹത്തോട് വരാൻ പറയുകയും അദ്ദേഹത്തിൻ്റെ യാത്രാചെലവ് മുഴുവൻ ഞാൻ വഹിക്കാമെന്ന് പറയുകയും കേരളത്തിലെ ഗ്രാമാന്തരങ്ങളിൽ താങ്കളൊന്ന് പോയി കണ്ടിട്ട് ഈ പ്രബന്ധം വേണോ വേണ്ടയോ എന്ന് പറയണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയും ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ട്. അതിൻ്റെ പേരിൽ കുറേ കാലം എന്നെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്തതാണ്. അതാണ് എൻ്റെ ആദ്യത്തെ അനുഭവം. ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരത്തിൽ നമ്മളെപ്പോലെയുള്ളവർ ഇതിനേക്ക് ആകൃഷ്ടരാകാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം താത്വികമായി, സിദ്ധാന്തപരമായി, അതുപോലെ തന്നെ പ്രായോഗികമായി, നമ്മൾ ഇംഗ്ലീഷിൽ തിയറി എന്നും പ്രാക്സിസ് എന്നാണ് പറയുക. തിയറി ആൻഡ് പ്രാക്സിസ് ഓഫ് ഡെവലപ്മെൻറ്റ്, തിയറി ആൻഡ് പ്രാക്സിസ് ഓഫ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്ന ഇതിനപ്പുറം മനോഹരമായിട്ട് എവിടെയും ആവിഷ്കരിച്ച് കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഇതിനപ്പുറം ക്രിയാത്മകമായി ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ളത് ചൈനയിലാണ്. ദേവരാജ മാഷൊക്കെ ഈ അടുത്ത കാലത്ത് പോയി വന്നതുകൊണ്ട് അദ്ദേഹത്തിന് ചിലപ്പോൾ ചർച്ചയിൽ പങ്കെടുത്ത് പറയാൻ പറ്റുമായിരിക്കും. അദ്ദേഹത്തിൻ്റെ ചൈന കുറിപ്പുകൾ ഞാൻ വായിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചൈനയിലാണ്, വ്യത്യസ്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യമുള്ള ചൈനയിലാണ് നാം വിഭാവനം ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു സ്ഥലം. ജനാധിപത്യ രാജ്യങ്ങളിൽ എവിടെയും മറ്റ് പല സ്ഥലങ്ങളിലും നമുക്കറിയാവുന്ന വളരെ ശക്തമായിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സംവിധാനങ്ങളുണ്ട്. പക്ഷെ ഒരു 3-ാം ലോക രാജ്യത്ത് ഇത്രയും വിപുലമായിട്ടുള്ളൊരു സംവിധാനം കേരളത്തിൽ മാത്രമാണ് നിലവിലുള്ളത്. അതിൻ്റെ മറ്റൊരു സവിശേഷത, ഇതിനെ മുഴുവൻ സ്ഥാപനവൽക്കരിക്കുന്നതിനുള്ള വലിയ ശ്രമങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. 1996 ശേഷം മാത്രം കേരളത്തിൽ നിലവിൽ വന്നിട്ടുള്ള പുതിയ സ്ഥാപനങ്ങളുടെ കണക്കൊന്നെടുത്ത് പരിശോധിക്കുന്നു. സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ, ഓംബുഡ്സ്മാൻ, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് കൗൺസിൽ, ഇതൊക്കെ നമ്മുടെ 73-74 ഭരണഘടനാ ഭേദഗതികളിലൊക്കെ വിഭാവനം ചെയ്യപ്പെടുന്നതാണെങ്കിലും കാര്യക്ഷമമായ വിധത്തിൽ, പ്രവർത്തനക്ഷമമായ വിധത്തിൽ ഈ സംവിധാനങ്ങൾ നിലനിൽ വന്നിട്ടുള്ളത് നമ്മുടെ ഈ സംസ്ഥാനത്ത് മാത്രമാണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത നമ്മളിപ്പോഴും തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്, അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ പലപ്പോഴും പറയുമ്പോഴും എങ്ങനെയാണ് ഒരു പ്രാദേശിക പദ്ധതി രൂപകൽപ്പന ചെയ്യുന്നത് എന്നുള്ളത് സംബന്ധിച്ച് നാം ആവിഷ്കരിച്ചിട്ടുള്ള ആ രീതിശാസ്ത്രം, മെത്തഡോളജി ഫോർ ഡ്രോയിങ് അപ്പ് എ ലോക്കൽ പ്ലാൻ എന്നുള്ളത്. ഈ മെത്തഡോളജി കാലികമായിട്ട് മാറ്റേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് യാതൊരു സംശയവും വേണ്ട. പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമായി വേറെ ഏത് രീതിശാസ്ത്രമാണ് നമുക്ക് പ്രയോഗിക്കാൻ കഴിയുക എന്നുള്ളത് സംബന്ധിച്ച് നമ്മൾ ഇതുവരെ ആരും വളരെ വിശദമായി പരിശോധിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും. അത് പരിശോധിക്കുന്നിടത്തോളം കാലം മറ്റുള്ള എല്ലാ സംവിധാനങ്ങളും പോലെ ഈ സംവിധാനം തന്നെയാണ് ഇപ്പോഴും കാര്യക്ഷമമെന്ന് വിശ്വസിക്കേണ്ടതായിട്ടുള്ളത്. കാരണം കഴിയുന്നത്ര തലങ്ങളിൽ ജനങ്ങളുടെ നേരിട്ടുള്ള അഭിപ്രായങ്ങൾ സ്വരൂപിക്കുന്നതിനൊരു സ്വാതന്ത്ര്യമുണ്ട്, അതിനുള്ള അവസരങ്ങളുണ്ട്. അത് ഉപയോഗിക്കുന്നോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ പ്രശ്നം മാത്രമാണ്. പക്ഷേ ബൈ ഡിസൈൻ, അതിൻ്റെ ഘടനയിൽ ഇതിനുള്ള എല്ലാ സംവിധാനങ്ങളും സാധ്യതകളും നിലനിൽക്കുന്നു എന്നുള്ളത് നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. ജനങ്ങൾക്ക് സംവാദത്തിനുള്ള സാധ്യതയുണ്ട്, ജനങ്ങളുടെ ആശയാഭിലാഷങ്ങൾ പ്രകടിപ്പിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്, അവയെ പ്രോജക്റ്റുകളാക്കി മാറ്റുന്നതിനുള്ള സാധ്യതയുണ്ട്, അത് സമാഹരിച്ച് ഒരു പ്രദേശത്തിൻ്റെ വികസന പദ്ധതിയായി രൂപപ്പെടുത്തുന്നതിനുള്ള സാധ്യതയുണ്ട്, അത് നടപ്പാക്കുന്നതിനുള്ള ഔദ്യോഗിക സംവിധാനങ്ങളുണ്ട്, അത് നടപ്പാക്കുന്നതിനാവശ്യമായിട്ടുള്ള ധനവിഭവങ്ങൾ ലഭ്യമാണ്. ആ ധനവിഭവങ്ങൾ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന വിധത്തിൽ, വേറെ എങ്ങുമില്ലാത്ത വിധത്തിൽ ബജറ്റിൽ പ്രഖ്യാപിക്കുന്ന ദിവസം തന്നെ മുഴുവൻ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് എത്ര തുക മാറ്റിവെക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സംവിധാനം കൂടി നമ്മുടെ മുമ്പിലുണ്ട്. അപ്പം അതുകൊണ്ട് ഇത്രയും വിപുലമായിട്ടുള്ളൊരു സംവിധാനത്തെ നമ്മൾ എങ്ങനെ കൂടുതൽ ക്രിയാത്മകമായി ആധുനിക കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കണം എന്നുള്ള വിധത്തിലാണ് നമ്മുടെ ചർച്ച പുരോഗമിക്കേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ നിരീക്ഷണം.
കാരണം ഈ സംവിധാനത്തിന് പകരമായി വേറെന്തെങ്കിലും സംവിധാനം വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ മാത്രം വിഷയമാണ്. ഏറ്റവും ആദ്യത്തെ വിഷയം ഈ സംവിധാനത്തെ ഇപ്പോഴുള്ള രീതിയിൽ എങ്ങനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ്. നേരത്തെ ഇവിടെ മീര ടീച്ചർ പറഞ്ഞതുപോലെ വലിയ തോതിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ ഈ കാലഘട്ടം. അതുകൊണ്ട് തന്നെ നമ്മൾ വിഭാവനം ചെയ്തിട്ടില്ലാത്ത വിധത്തിൽ നമ്മുടെ ജീവിതങ്ങളെ വലിയ തോതിൽ സ്വാധീനിക്കുന്നുണ്ട് സാങ്കേതിക വിദ്യ. അതില്ലാതെ ഒരു നിമിഷം പോലും നമുക്ക് മുന്നോട്ട് പോവുക എളുപ്പമല്ല എന്നുള്ളത് നമുക്കറിയാം. ഈ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം എത്രത്തോളം ഭംഗിയായി ഞാൻ ഈ നേരത്തെ പറഞ്ഞ മുഴുവൻ നടപടിക്രമങ്ങളിലും രീതിശാസ്ത്രത്തിലും സന്നിവേശിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ വിശദമായിട്ട് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഏറ്റവും ആദ്യം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ കമ്പ്യൂട്ടറൈസേഷൻ നടത്തിയ സംസ്ഥാനമാണ് കേരളം. മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഇപ്പോഴും ആലോചിക്കാൻ പോലും കഴിയാത്തത്ര വിപുലമായിട്ടുള്ള കമ്പ്യൂട്ടർ ശൃംഖല തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് കേരളത്തിലുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് നമുക്ക് വിവരസാങ്കേതിക വിദ്യ ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകളെ ജനോപകാരപ്രദമായി എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളൊരു പുതിയ സമസ്യ ഉയർന്നു വരുന്നുണ്ട്. ആ സമസ്യയുടെ സവിശേഷത എങ്ങനെയാണ് ജനപങ്കാളിത്തവും സാങ്കേതിക വിദ്യയും ബന്ധിപ്പിക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടി സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്താൻ കഴിയുക എന്നുള്ളതാണ്. സാങ്കേതിക വിദ്യ ജനങ്ങളുടെ പങ്കാളിത്തം അല്ലെങ്കിൽ തന്നെ ഉറപ്പുവരുത്തുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ജനങ്ങളുമായി ബന്ധപ്പെടുകയോ ജനങ്ങളിൽ നിന്ന് അന്യവൽക്കരിക്കപ്പെടുകയോ ചെയ്യുന്നുവെന്ന് തോന്നുന്നുണ്ടെങ്കിലും മുഴുവൻ ജനങ്ങളുടെയും അവശ്യ വസ്തുവായിട്ട് സാങ്കേതിക വിദ്യ മാറിയിട്ടുണ്ട്. ഒരർത്ഥത്തിൽ ആലോചിച്ചാൽ ഒരു മൊബൈൽ ഫോൺ എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ ജനങ്ങളുടെ ഇടയിൽ പ്രചരിച്ചതിൻ്റെ വേഗത ആലോചിച്ചാൽ എത്രമാത്രം വേഗതയിലാണ് സാങ്കേതിക വിദ്യ നമ്മളെ സ്വാധീനിക്കുന്നതെന്ന് മനസ്സിലാവും. അതെല്ലാവരുടെയും നമ്മൾ പണ്ട് പറയുമായിരുന്നു പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. മാസ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതിനപ്പുറത്തേക്ക് പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ്റെ അതിഗൂഢമായിട്ടുള്ള പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ്റെ സാധ്യതകളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. ഓരോ വ്യക്തിക്കും സ്വന്തം നിലയിൽ എന്തും ചെയ്യാനുള്ള സംവിധാനങ്ങൾ, സിനിമ എടുക്കണമെങ്കിൽ സിനിമ എടുക്കാൻ, പ്രക്ഷേപണം നടത്തണമെങ്കിൽ പ്രക്ഷേപണം നടത്താൻ, മറ്റുള്ളവരുമായി രഹസ്യമായി ബന്ധപ്പെടണമെങ്കിൽ അതിനുള്ള സാധ്യത, ഇതൊക്കെ വേറൊരാൾ നിരീക്ഷിക്കുന്നുണ്ടെന്നുള്ളത് സർവൈലൻസിന്റെ പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ എങ്കിലും ബഹുഭൂരിപക്ഷവും വളരെ ഗൂഢമായ രീതിയിൽ പരസ്പരം ബന്ധപ്പെടുന്ന ഒരു സംവിധാനമായിട്ട് ഈ സാങ്കേതികവിദ്യ മാറിയിട്ടുണ്ട്. സാങ്കേതികവിദ്യ എങ്ങനെയാണ് ഈ മുഴുവൻ പ്രക്രിയയിൽ നമ്മൾ ഉൾച്ചേർക്കുക എന്നുള്ളൊരു മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. ഞാനിത് ആമുഖമായി പറയുന്നത് നമ്മൾ ഇനിയും ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഈ വലിയ പരിഗണനകൾ വരേണ്ടതുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ 30 വർഷത്തിനുള്ളിൽ എന്ത് നേടി എന്നുള്ളതാണ്. ഈ 30 വർഷത്തിനുള്ളിൽ നമുക്ക് എന്ത് നേടാൻ കഴിയും, അത് കുറച്ച് വിശദമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ചില പ്രത്യേക മേഖലകളിൽ നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്, അതിനെ ക്രോഡീകരിക്കാൻ ശ്രമിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ചില പ്രത്യേക മേഖലകളിൽ ഈ വികേന്ദ്രീകൃത ആസൂത്രണ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിന് മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് യാതൊരു തർക്കവും വേണ്ട. അത് ഏറ്റവും പ്രകടമായി നമുക്ക് ബോധ്യപ്പെട്ടത് നമ്മുടെ പ്രളയകാലത്തും കോവിഡിൻ്റെ സമയത്തുമാണ്. പ്രളയത്തിൽ നമ്മൾ സ്തബ്ധരായിപ്പോയി. കാരണം ഇത്രത്തോളം വലിയൊരു പ്രകൃതി ദുരന്തം കേരളത്തെ സമീപകാലത്തൊന്നും ബാധിച്ചിരുന്നില്ല. എന്ത് ചെയ്യണം എന്നറിയാതെ നമുക്ക് വലിയ ആശയക്കുഴപ്പമുണ്ടായ ഘട്ടമാണ്. നിലവിലുള്ള സംവിധാനങ്ങളെയൊക്കെ ചേർത്ത് പിടിക്കാൻ ഒരു ശ്രമം നടത്തി. അത് കഴിഞ്ഞതിന് ശേഷം കേരളത്തിൽ എമ്പാടും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ തന്നെ ദുരന്ത നിവാരണത്തിനും അതുപോലെ മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു. അതിൻ്റെ ഫലങ്ങൾ കണ്ടു തുടങ്ങുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇപ്പോഴുണ്ടാകുന്ന ഒരു വലിയ പ്രകൃതി ദുരന്തത്തെ, ഇപ്പോൾ ചൂരൽ മുണ്ടക്കയിലുണ്ടായിട്ടുള്ള അപ്രവചനീയമായിട്ടുള്ള ഒരു ദുരന്തത്തെ മാറ്റി നിർത്തിയാൽ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള പ്രളയം ഉൾപ്പെടെയുള്ള ദുരന്തങ്ങളെ വലിയൊരു തോതിൽ നേരിടാൻ കഴിയുന്ന മിറ്റിഗേഷൻ്റെ സാധ്യതകൾ. മിറ്റിഗേഷൻ എന്ന് പ്രത്യേകം പറയുന്നതിന് കാരണം അത് വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്യണമെന്നുള്ളതുകൊണ്ടാണ്. ഞാൻ ആലുവയിൽ വെച്ചിട്ടുള്ള ആ യോഗത്തിൽ വിശേഷം പറയുകയുണ്ടായി. പ്രിവെൻഷനും മിറ്റിഗേഷൻ എന്ന് പറയുന്നത് നിലവിലുള്ള സാഹചര്യങ്ങൾക്ക് അനുസൃതമായി നാം നമ്മളെ എങ്ങനെ സ്വയം രൂപപ്പെടുത്തുന്നു എന്നുള്ളതാണ്. നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ആഘാതത്തെ തടയാൻ കഴിയുക എന്നുള്ളതാണ്. മിറ്റിഗേഷൻ്റെ കാര്യത്തിൽ
കേരളത്തിന് മറ്റുള്ള സംസ്ഥാനങ്ങളേക്കാൾ കൂടുതൽ ജനപങ്കാളിത്തത്തോടെ ചില സംവിധാനങ്ങൾ ആവിഷ്കരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ കോവിഡിനെ സംബന്ധിച്ചിടത്തോളം കോവിഡിന്റെ സവിശേഷത മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കോവിഡിന്റെ കാഠിന്യം കേരളത്തിൽ കുറവായിരുന്നു എന്നുള്ളതാണ്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ചില ആരോഗ്യ വിദഗ്ധരുണ്ട്, ഇക്ബാൽ സാറൊക്കെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിലെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള ചില വളരെ സൂക്ഷ്മമായ കാര്യങ്ങളുണ്ട്. ഒന്ന്, വാക്സിൻ വരുന്നത് വരെ നമുക്ക് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വം നടത്തിയിട്ടുള്ള ഈ നമ്മുടെ റെസ്ട്രിക്റ്റഡ് ഏരിയ ആൾക്കാർ തമ്മിൽ ബന്ധപ്പെടുന്നതിന് നാം ഉയർത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ, ആ നിയന്ത്രണങ്ങൾ വലിയ തോതിൽ പ്രയോജനം ചെയ്തു എന്നുള്ളതാണ് കാണിക്കുന്നത്. വാക്സിൻ വരുന്നത് വരെ മരണസംഖ്യ കൂടാത്ത വിധത്തിൽ ഏതാണ്ട് ഒരേപോലെ നമുക്ക് നിലനിർത്താൻ കഴിയുകയും വാക്സിൻ വന്നതിന് ശേഷം WHO ഉൾപ്പെടെയുള്ള ഏജൻസികൾ കേരളത്തിൻ്റെ കോവിഡ് പ്രതിരോധത്തെ സമഗ്രമായി പരിശോധിച്ചതിന് ശേഷം എടുത്തിട്ടുള്ള നിഗമനങ്ങൾ കൂടിയാണ്. വാക്സിൻ വന്നതിന് ശേഷം വളരെ വേഗം ഈ 3 കോടി ജനങ്ങൾക്ക് വാക്സിൻ എത്തിക്കാൻ കഴിയുകയും ചെയ്ത ഒരു ദ്വിമുഖ തന്ത്രം കേരളത്തിൽ ആവിഷ്കരിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വാക്സിൻ വരുന്നത് വരെ നമുക്ക് മരണസംഖ്യ വലിയ തോതിൽ കുറയ്ക്കാൻ കഴിയും. മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത വിധത്തിൽ നമുക്ക് ആ സമയത്തെ മരണസംഖ്യ ഏതാണ്ട് കുറഞ്ഞ നിലയിൽ നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ അറിയാവുന്ന ഈ ക്വാറന്റൈൻ്റെ വലിയ സാധ്യത നമ്മുടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഉപയോഗിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഓരോരുത്തർക്കും കൊടുക്കാമായിരുന്ന വ്യക്തിഗതമായിട്ടുള്ള ആരോഗ്യ പരിരക്ഷയും ആ സമയത്ത് നമ്മൾ കൂടുതലായിട്ട് കൊടുത്തു. മുഴുവൻ പദ്ധതിയിൽ നിന്നും വിഭവങ്ങൾ കൈമാറി പ്രത്യേകിച്ച് ആരോഗ്യ പരിരക്ഷയിലേക്ക് നമുക്ക് മാറ്റാൻ കഴിഞ്ഞു വളരെ വേഗം. അത് മാത്രമല്ല, വളരെ വേഗം അത് നടപ്പാക്കാനും കഴിഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട നിരീക്ഷണമുള്ളത്, കോവിഡ് വാക്സിൻ വന്നതിന് ശേഷം മറ്റ് സംസ്ഥാനങ്ങളിൽ ഒരു വെയിൽ വാക്സിനിൽ നിന്ന് ഏതാണ്ട് 11ഓളം കുത്തിവയ്പ്പുകൾ നടത്താൻ കഴിയുന്നിടത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ വെറും 7ഓ 8ഓ കുത്തിവയ്പ്പുകൾ മാത്രമാണ് നടത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അതിന് കാരണം ആ വെയിൽ ഉപയോഗിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വൈദഗ്ധ്യം അവിടുത്തെ ആരോഗ്യ പ്രവർത്തകർക്കില്ല എന്നുള്ളതാണ് ഈ ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുള്ളത്. അതേസമയം കേരളത്തിൽ അത് 11 നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ വാക്സിന് വേണ്ടി നമ്മൾ ചെലവഴിച്ച വാക്സിൻ്റെ പ്രവർത്തനക്ഷമത ചെറിയ കാര്യമാണെന്ന് നമുക്ക് തോന്നാം. പക്ഷെ കോടിക്കണക്കിന് മനുഷ്യരിലേക്ക് ഈ വാക്സിനേഷൻ പോകുന്ന സമയത്ത് വാക്സിൻ്റെ പ്രവർത്തനക്ഷമത ഏറ്റവും കൂടുതൽ കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞ സംസ്ഥാനം കേരളമാണ്. ഇതൊക്കെ കാണിക്കുന്നത് ചെറിയ കാര്യങ്ങളാണ് നമുക്ക് തോന്നുമെങ്കിലും നമ്മുടെ ഈ മുഴുവൻ സംവിധാനത്തിൻ്റെ പൊതുവായിട്ടുള്ള കാര്യക്ഷമതയാണ് ഇത് മുഴുവനായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പബ്ലിക് ഹെൽത്തിൻ്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. പബ്ലിക് ഹെൽത്തിൻ്റെ കാര്യത്തിൽ ഇത്രയും വിശാലമായിട്ടുള്ള പൊതുജനാരോഗ്യ സംവിധാനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങൾക്ക് അവകാശപ്പെടാൻ കഴിയില്ല. ഇപ്പോൾ നീതി ആയോഗിൻ്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിൽ കേരളം മുന്നിൽ വന്നതിൻ്റെ പല കാരണങ്ങളിൽ ഒന്ന് നമ്മുടെ ഈ വിപുലമായിട്ടുള്ള പബ്ലിക് ഹെൽത്ത് സിസ്റ്റമാണ്. ഈ പൊതുജനാരോഗ്യ സംവിധാനത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ചില പ്രശ്നങ്ങൾ അവശേഷിക്കുന്നുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ ഏറ്റവും രൂക്ഷമായിട്ടുള്ള ഗുരുതരമായ രോഗങ്ങൾക്ക് പോലും ചികിത്സ ലഭിക്കാവുന്ന വിധത്തിൽ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും നമ്മുടെ താഴെ തട്ടിലുള്ള ആരോഗ്യ സംവിധാനങ്ങളെയും ജനങ്ങൾക്ക് ആശ്രയിക്കാൻ കഴിയുമെന്നുള്ള സംവിധാനം. ഒരു ചെറിയ ഉദാഹരണം, 14ാം പദ്ധതിയിൽ നമ്മൾ ഡയാലിസിസിന് വേണ്ടി മുമ്പ് ഒറ്റപ്പെട്ട തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ മാത്രം നടത്തിയിരുന്ന ഒരു പ്രവർത്തനം കേരളമെമ്പാടും നടത്തുന്നതിനുള്ള സംവിധാനം ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷങ്ങൾക്കുള്ളിൽ സംഭവിച്ച ഒരു ചെറിയ കാൽവയ്പ്പാണ്. പക്ഷേ അനേകായിരം മനുഷ്യരെ, പ്രത്യേകിച്ച് ദരിദ്രരെ, 3 ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനമുള്ള അനേകായിരം ദരിദ്രരെ ഇപ്പോഴും സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ്. ഡയാലിസിസിന് വേണ്ടുന്ന 4000 രൂപ ഓരോ ഡയാലിസിസിന് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം. അത് നേരിട്ട് ആശുപത്രികൾക്ക് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ കൊടുക്കുകയാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. ഈ രൂപത്തിൽ നമുക്ക് ഏറ്റവും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളെ വരെ അഭിസംബോധന ചെയ്യാൻ കഴിയുന്ന വിധത്തിലേക്ക് നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനം വിപുലപ്പെടുത്തുന്നതിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ കുറച്ച് പദ്ധതി കാലയളവുകളായി നമ്മുടെ മുഴുവൻ പദ്ധതി വിഹിതത്തിൽ ഏതാണ്ട് ഒരു 30%-ലധികം തുക സ്ഥിരമായി
നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി നമുക്ക് മാറ്റിവെക്കാൻ കഴിയുന്നു, സേവന മേഖലയിൽ പ്രത്യേകിച്ച്. അപ്പം അത് നമ്മൾ ചെറുതായിട്ട് കാണേണ്ടതായിട്ടില്ല. അവിടെ നമ്മുടെ ഒരു നിരീക്ഷണം എങ്ങനെയാണ് നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളെ തദ്ദേശഭരണ സ്ഥാപനങ്ങളെ ഉപയോഗിച്ച് കൈകാര്യം ചെയ്യാൻ കഴിയുക എന്നുള്ള ആലോചനയാണ്. ജീവിതശൈലി രോഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിങ്ങൾ നെറ്റ്ഫ്ലിക്സ് കാണുന്നവരുണ്ടോ എനിക്കറിയില്ല. നെറ്റ്ഫ്ലിക്സ് കാണുന്നവരുണ്ടെങ്കിൽ അതിനകത്ത് ബ്ലൂ സോൺസ് ഓഫ് ദ വേൾഡ്, ബ്ലൂ സോൺസ് ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരിയലുണ്ട്. അതൊന്ന് കാണണം. ബ്ലൂ സോൺസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആയുസ്സോടെ ജീവിച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ് ലോകത്ത്. ഏതാണ്ട് 7 സ്ഥലങ്ങളുണ്ട്. ഇന്ത്യയിൽ പ്രത്യേകിച്ച് സ്ഥലങ്ങളൊന്നുമില്ല. അത് ചൈന, ജപ്പാൻ, അതുപോലെ തന്നെ സൗത്ത് അമേരിക്ക മുതലായിട്ടുള്ള സ്ഥലങ്ങളിലെ ജീവിത രീതികളെ അപഗ്രഥനം ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഈ ബ്ലൂ സോണുകൾ ലോകമെമ്പാടും വ്യാപിപ്പിക്കാൻ കഴിയുക എന്നുള്ള മനോഹരമായ ഒരു പഠനമാണ്. അതിനകത്ത് പ്രത്യേകിച്ച് വയോജനങ്ങളുടെ സംരക്ഷണവും അവരുടെ ജീവിത ദൈർഘ്യവും വർദ്ധിപ്പിക്കുന്നതിന്, പൊതുവെ ജനങ്ങളുടെ ജീവിത ദൈർഘ്യം വർദ്ധിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രായോഗിക പാഠങ്ങളാണ് ഈ ബ്ലൂ സോൺസിൽ പറയുന്നത്. അതിനകത്ത് 2-3 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ഈ ജീവിതശൈലി രോഗങ്ങളുടെ പ്രധാനപ്പെട്ട പ്രശ്നം വ്യായാമമില്ലായ്മയും ഭക്ഷണത്തിലെ വ്യത്യസ്തതകളുമാണ്. നമുക്കറിയാം, വളരെ ചെറിയ പ്രായം മുതൽ പൊതുവായി വ്യായാമം ചെയ്യുന്നതിനുള്ള താല്പര്യം ഉണ്ടാക്കിയെടുക്കുക മുഴുവൻ ജനങ്ങളിലും അത് നിർബന്ധമായി നടക്കേണ്ട ഒന്നാണ് എന്ന് പഠിപ്പിക്കുകയും അത് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുക. അതിൻ്റെ സാമ്പത്തിക ശാസ്ത്രം പറഞ്ഞാൽ അത് മുഴുവൻ മൂർച്ഛിച്ച് വലിയ രോഗങ്ങളായി മാറുമ്പോൾ നമുക്ക് വിനിയോഗിക്കേണ്ടി വരുന്ന നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ വിഹിതവും ഈ ചെറിയ പ്രായത്തിൽ അത് വരാതെ സൂക്ഷിക്കുന്നതിനുള്ള വിഹിതവും തമ്മിൽ ഏതാണ്ട് 50 ഇരട്ടി 60 ഇരട്ടിയിൽ കൂടുതൽ നമുക്ക് വരും. അതിൻ്റെ അർത്ഥം നമുക്ക് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന വളരെ സാമാന്യമായിട്ടുള്ള തത്വം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ കഴിയുന്നത് ആരോഗ്യരംഗത്താണ്. പക്ഷേ വിപുലമായിട്ടുള്ള സംവിധാനങ്ങൾ നമ്മുടെ ജനതയ്ക്ക് പകർന്നു കൊടുക്കുന്നതിനോ അതിൻ്റെ അവബോധം നൽകുന്നതിനോ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ശാസ്ത്രീയമായി സമഗ്രമായിട്ടുള്ള ആരോഗ്യ സർവേ നടത്തി നിരന്തരം മോണിറ്റർ ചെയ്തുകൊണ്ട് നമ്മുടെ ജനങ്ങളുടെ പൊതുജന ആരോഗ്യ സംവിധാനം, പ്രത്യേകിച്ച് ചെറുപ്പം മുതൽ എങ്ങനെ വ്യായാമം അതുപോലെ തന്നെ മറ്റ് ആരോഗ്യ പരീക്ഷ, ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് നമ്മളിപ്പോഴും വിപുലമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് കേരളം. അതേസമയം ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൂടി വരുന്ന ചെലവ് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ രോഗം രൂക്ഷമാകുന്ന സമയത്ത്, ഒരിക്കലും ചികിത്സയില്ലാത്ത മാറാരോഗങ്ങളിലേക്ക് മാറുന്ന സമയത്ത് അവയ്ക്ക് വേണ്ട പാലിയേറ്റീവ് കെയറും അതുപോലെ തന്നെ ഈ വലിയ രോഗങ്ങൾക്കുള്ള ചികിത്സയ്ക്ക് വേണ്ട ഫലവുമാണ് ഇപ്പോഴത്തെ ആരോഗ്യരംഗത്തിൻ്റെ ഒരു സവിശേഷം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചുള്ളതാണ്. അത് വലിയ തോതിൽ പരിഷത്തിന് നിലപാടുകളുള്ള ഒന്നായതുകൊണ്ട് വളരെ പ്രഗത്ഭരായിട്ടുള്ളവർ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു എന്നുള്ളതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. അതെങ്ങനെ ആയിരിക്കണം എന്നുള്ളത് സംബന്ധിച്ച ചർച്ചയാണ് നമ്മൾ പൊതുവായി തുടങ്ങി വെച്ചിട്ടുള്ളത്. എന്തായിരിക്കണം അതിൻ്റെ സമീപനം എന്നുള്ളതാണ്. പക്ഷേ അത് പറയുമ്പോൾ മറ്റു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്കെല്ലാം അറിയാവുന്നതുപോലെ കഴിഞ്ഞ ഒരു 7 വർഷങ്ങൾ കൊണ്ട് പ്രത്യേകിച്ചും അതിനു മുമ്പും നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് സൂക്ഷ്മമായ ഇടപെടൽ നടത്താനുള്ള വലിയ തുറസ്സുകൾ, വലിയ സാധ്യതകൾ നമ്മുടെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാവുന്നതുപോലെ ഈ ഏതാണ്ട് 70% ഇൻക്രീസ് 2002 കണക്കാണ്. അതിനുശേഷം അത് കൂടുതലായി. ഏറ്റവും അവസാനം കേരള ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് പ്രകാരം 2016-17 2020-21 ഏതാണ്ട് 7 ലക്ഷത്തോളം പുതിയ വിദ്യാർത്ഥികൾ നമ്മുടെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവേശിക്കുകയും പഠനമായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം മാറ്റങ്ങൾ വരുന്നുണ്ട്, നമുക്കറിയാം. നമ്മളതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഈ 2016-17 നമ്മുടെ മുഴുവൻ പൊതുവിദ്യാഭ്യാസത്തിന് വേണ്ടി തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ചെലവഴിച്ചിരുന്നത് 23% ഇപ്പോൾ അത് 52% ഉയർന്നിട്ടുണ്ട്. വെറും 5 വർഷം കൊണ്ട് എന്ന് പറയുമ്പോൾ ആ പദ്ധതി വിഹിതം ഓരോ വർഷവും വർദ്ധിക്കുന്നുണ്ട്. അതിൽ തന്നെ 23% ഇപ്പോൾ 52% വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ചെലവഴിക്കുന്നതിൻ്റെ തുക
അപ്പോൾ ഇത് ഗുണപരമായിട്ട് മാത്രമല്ല, മറിച്ച് സാമ്പത്തികമായും ധനപരമായും വലിയ തോതിലുള്ള നിക്ഷേപം ഈ രംഗത്ത് തദ്ദേശഭരണ സ്ഥാപനങ്ങൾ, ഞാൻ ഗവൺമെന്റിന്റെ മുഴുവൻ നിക്ഷേപത്തെക്കുറിച്ച് പറയുന്നില്ല, കിഫ്ബി ഉൾപ്പെടെയുള്ള വലിയ നിക്ഷേപം അവിടെ വന്നിട്ടുണ്ട്. തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ തലത്തിലും അത് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ മറ്റ് സൂക്ഷ്മമായ കാര്യങ്ങൾ പരിശോധിക്കുന്നതിനുമാണ്. പ്രധാനമായിട്ടുള്ള വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് സംസ്ഥാനത്തിന്റെ ചുമതലയാണ് എന്നുള്ളത് കൊണ്ട് ആ കണക്കിലേക്ക് പോകുന്നു. സൂക്ഷ്മാർത്ഥത്തിൽ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ, അതുപോലെ തന്നെ കുട്ടികൾക്ക് പരിരക്ഷ നൽകുന്ന കാര്യത്തിലൊക്കെ വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ നിക്ഷേപം തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ ആഭിമുഖ്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. ഇവയൊക്കെ വസ്തുനിഷ്ഠമായിട്ട് തന്നെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ അതിദരിദ്രരുടെ എണ്ണം 0.7% കേരളത്തിലുള്ളത്. അതിദരിദ്രരെ പൂർണ്ണമായും കണ്ടെത്തുന്നതിനും അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും നൽകുന്നതിനുള്ള ഏറ്റവും മാതൃകാപരമായിട്ടുള്ളൊരു പരിപാടി നടന്നുകൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണ് കേരളം. നമുക്ക് ആശ്രയ എന്ന് പറയുന്ന പദ്ധതിയുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം, നേരത്തെ ഉള്ളതാണ്. കുടുംബശ്രീയുടെ തന്നെ മുഖ്യ ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. പോവർട്ടി അലീവിയേഷൻ പ്രോഗ്രാമായിട്ടാണ് കുടുംബശ്രീ വിഭാവനം ചെയ്യുന്നത്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവശേഷിച്ച 0.7% പറയുന്ന ഏറ്റവും പാവപ്പെട്ടവരായിട്ടുള്ള മനുഷ്യരുടെ പ്രശ്നങ്ങളാണ് നമ്മൾ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2025 നവംബർ ആകുന്നതോടുകൂടി കേരളത്തിലെ 64,004 അതിദരിദ്രരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അത് അതിദാരിദ്ര്യം എന്ന അവസ്ഥയിൽ നിന്ന് അവർ ദരിദ്രരല്ലാത്ത അവസ്ഥയിലേക്ക് മാറും എന്നുള്ളതിൽ സംശയമില്ല. രണ്ടാമത്തെ ചോദ്യം അവിടെ വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം അതോടുകൂടി കേരളത്തിൽ ദരിദ്രരേ ഇല്ലാതാകുമോ എന്നുള്ളതല്ല. ഈ ആശ്രയ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്നവർ, അത്യാവശ്യം ധനസ്ഥിതി ഉള്ളവർ ഉൾപ്പെടെ ഉള്ളവർ അതിദാരിദ്ര്യത്തിലേക്ക് ചിലപ്പോൾ കൂപ്പുകുത്താം. അതിദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്താതെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു സ്ഥിരമായ മോണിറ്ററിംഗ് സംവിധാനം രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയുക? നിങ്ങൾ എങ്ങനെയാണ് ഓരോ പാവപ്പെട്ട വീടിനെയും നിരീക്ഷിക്കുക? എങ്ങനെയാണ് ഓരോ 2 വർഷം കൂടുമ്പോഴെങ്കിലും ഇയാൾ അതിദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തിയിട്ടില്ല എന്ന് ഉറപ്പുവരുത്താൻ കഴിയുക? അങ്ങനെ നിങ്ങൾക്ക് ഉറപ്പുവരുത്താൻ കഴിയുമോ? അതിദരിദ്രരായി നിങ്ങൾ കണ്ടെത്തിയിട്ടുള്ള ആൾക്കാർ വീണ്ടും ദാരിദ്ര്യത്തിലേക്ക് മടങ്ങുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്താൻ എന്താണ് വഴി? എന്നിങ്ങനെയുള്ള മുദ്രാവാക്യങ്ങൾക്ക് അപ്പുറത്തേക്കുള്ള വലിയ ചോദ്യങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു അത് നമുക്ക് ആവിഷ്കരിക്കാൻ കഴിഞ്ഞാൽ ലോകത്തെ തന്നെ ഏറ്റവും വലിയ മാതൃകയാക്കി. ലോകത്തെവിടെയും ഒരു കുടുംബം ദാരിദ്ര്യത്തിലേക്ക് നീങ്ങുന്നുണ്ടോ ഇല്ലയോ എന്ന് നിരീക്ഷിക്കാനുള്ള സംവിധാനമില്ല. പക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ജനകീയാസൂത്രണത്തിൻ്റെ ഘടനാപരമായിട്ടുള്ള സാധ്യതകൾ തെളിയിച്ചുകൊണ്ടുള്ളത് നമുക്ക് ഓരോ കുടുംബത്തെയും നിരീക്ഷിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്താൻ വളരെ എളുപ്പത്തിൽ കഴിയും എന്നുള്ളതാണ്. അങ്ങനെ കഴിയാനുള്ള സംവിധാനമുണ്ട്. കേരളത്തെ സുസ്ഥിരമായി ദാരിദ്ര്യമുക്തമാക്കി നിലനിർത്താൻ നമുക്ക് കഴിയുമോ? അങ്ങനെയാണെങ്കിൽ എന്ത് സംവിധാനമാണ് ഏർപ്പെടുത്താൻ കഴിയുക? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വയോജനങ്ങളുടെ ക്ഷേമം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് 14ാം പദ്ധതിയിൽ. ലോകമെമ്പാടും പ്രധാനപ്പെട്ട വിഷയമാണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിലെ ഒരു പ്രധാനപ്പെട്ട ഇനമാണ്. കേരളത്തിൻ്റെ 14ാം പദ്ധതിയിലെ ഏറ്റവും നാളെ 2 ദിവസം കഴിയുമ്പോൾ കേരളത്തിൻ്റെ വയോജനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നയം പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അതിൻ്റെ ഡ്രാഫ്റ്റ് ഇപ്പോൾ പ്ലാനിംഗ് ബോർഡിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചർച്ച വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് വയോജനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേരളത്തിൻ്റെ നയം എന്നുള്ളത്. അത് പബ്ലിക് സെക്ടറിൽ മാത്രമല്ല, പ്രൈവറ്റ് സെക്ടറും വോളണ്ടറി സെക്ടറും എല്ലാവരും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സെക്യൂരിറ്റി ഗ്രിഡിന് സാധ്യതയുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇപ്പോൾ ധനസ്ഥിതിയുള്ള ആൾക്കാർക്ക് നമുക്ക് വേണമെങ്കിൽ ഈ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് അത് ലഭിക്കും. പക്ഷേ അവിടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തേണ്ടതായിട്ട് എന്ത് തരത്തിലുള്ള ഗുണനിലവാരമാണ് ഈ വയോജന ക്ഷേമ കേന്ദ്രങ്ങളിൽ ഏർപ്പെടുത്തേണ്ടത്? അതുപോലെ തന്നെ അത് പബ്ലിക് സെക്ടറിൽ വരുന്ന സമയത്ത്, പൊതുമേഖലയിൽ വരുന്ന സമയത്ത് എന്ത് സംവിധാനങ്ങളാണ് രേഖപ്പെടുത്തേണ്ടത്, അവിടെ ഉറപ്പാക്കേണ്ടത്? എങ്ങനെയാണ് വീടുകളിൽ അധിവസിക്കുന്ന വയോജനങ്ങളെ പരിപാലിക്കേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞ ബ്ലൂ സോൺ സീരിയലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഈ വയോജനങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധമാണ്. അവസാന കാലത്ത് സന്തോഷത്തോടെ ഇരിക്കുന്നതിന് വേണ്ടി സമൂഹം നൽകുന്ന വലിയ അവസരങ്ങൾ അവർ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഈ സ്ഥലങ്ങളിലൊക്കെ വയോജനങ്ങൾ ഒറ്റപ്പെട്ടവരല്ല. അവർക്ക് ഒരു കമ്മ്യൂണിറ്റി ലൈഫുണ്ട്. അവർക്ക് ഒരുമിച്ച് വരാനുള്ള സംവിധാനമുണ്ട്.
ഒരുമിച്ച് ഇരിക്കാനുള്ള സംവിധാനമുണ്ട്, ഒരുമിച്ച് പാചകം ചെയ്യാൻ, ഒരുമിച്ച് ഗാർഡനിങ് നടത്താനൊക്കെയുള്ള സംവിധാനം. അത് ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസിയിൽ ആവൃത്തിയിൽ നടക്കുന്ന സ്ഥലങ്ങളിലാണ് ഈ ആയുസ് ഏറ്റവും ദൈർഘ്യമേറിയതായിട്ട് ആ ഗവേഷണം കണ്ടെത്തിയിട്ടുണ്ട്. അത് വളരെ മനോഹരമായിട്ട് ആ ഡോക്യുമെന്ററിയിൽ അദ്ദേഹം പറയുന്നുണ്ട്. എല്ലാ ദിവസവും കൊച്ചു കൊച്ചു പ്രവർത്തനങ്ങൾ, തമാശയും ചിരിയും ഒക്കെ. യൂറോപ്പില് ഈ കെയർ ക്രെഡിറ്റ് എന്ന് പറഞ്ഞൊരു സംവിധാനം കൂടി ഇപ്പോൾ നിലവിൽ വന്നതായിട്ടാണ് നമ്മൾ വായിച്ചിട്ടുള്ളത്. ഒരു യുവാവായിട്ടുള്ള ഒരാൾ വയോജനങ്ങളെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി അയാളുടെ ചെറുപ്പകാലത്ത് ചെലവഴിക്കുന്ന സമയം അത് രജിസ്റ്ററിൽ, കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തുകയും അദ്ദേഹം വയസ്സാകുമ്പോൾ അദ്ദേഹത്തിന് ഇത് ലഭിക്കാനുള്ള അവകാശമായി അത് മാറ്റുകയും ചെയ്യുന്ന സംവിധാനങ്ങളെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് കെയർ ക്രെഡിറ്റ് എന്നാണ് പറയുക. അപ്പം ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് ഒരു 365 ദിവസം മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പൈസ ചെലവാക്കാതെ വോളണ്ടറിയായി സന്നദ്ധ സേവനം എന്ന രീതിയിൽ എനിക്ക് 365 ദിവസം ശുശ്രൂഷ ഞാൻ വയസ്സാകുമ്പോൾ ലഭിക്കും. അങ്ങനെ ഒരു വലിയ ശൃംഖല ഉണ്ടാക്കും. അപ്പോൾ പരസ്പരം നമുക്ക് സഹായിക്കാനുള്ള ഒരു സാമൂഹ്യ സംവിധാനം, അത് ഈ നേരത്തെ പറഞ്ഞ പോലെ കമ്പ്യൂട്ടറിൻ്റെയൊക്കെ സഹായത്തോടു കൂടി നിങ്ങളുടെ ഡാറ്റാ ബേസിൽ നമ്മളിപ്പോൾ അമിത വേഗത്തിൽ വാഹനം ഓടിക്കുന്ന സമയത്ത് ക്യാമറ ഫ്ലാഷ് ചെയ്തിട്ട് നിങ്ങളുടെ നേരിട്ട് അല്ല വരുന്നത്, അതെവിടെയാണ് വരുന്നത്, നിങ്ങളുടെ അതിന് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ പിന്നെ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടോ ലൈസൻസ് പുതുക്കാനോ പോകുമ്പോൾ അവിടെ പറയും നിങ്ങൾക്ക് 1500 രൂപ പല പ്രാവശ്യങ്ങളായി നിങ്ങളിങ്ങനെ നിയമലംഘനം നടത്തിയതിൻ്റെ പേരിൽ കിടക്കുന്നു എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ ക്രെഡിറ്റിൽ കിടക്കുന്നതാണ്. നിങ്ങളുടെ ക്രെഡിറ്റിൽ നിങ്ങൾ ചെലവഴിച്ചിട്ടുള്ള മണിക്കൂറുകളുടെ അളവുണ്ടാവുകയും അല്ലെങ്കിൽ ദിവസങ്ങളുടെ അളവുണ്ടാവുകയും അത് നിങ്ങൾക്ക് അതുപോലെ തന്നെ സമൂഹം പിന്നീട് തിരിച്ചു തരികയും ചെയ്യുന്ന വളരെ നവീനമായിട്ടുള്ള ചില ആശയങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. ആലോചിച്ച് നോക്കൂ, ആധുനികമായിട്ടുള്ള ഈ ഓരോ സംവിധാനവും ഈ ഓരോ ആശയവും പ്രാവർത്തികമാക്കാനുള്ള ഘടനാപരമായിട്ടുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അവസരം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്നെ പോലുള്ളവരൊക്കെ ആവേശം കൊള്ളിക്കുന്നത്. കാരണം നമ്മൾ ഈ സംവിധാനത്തെ കുറച്ചുകൂടി ഒന്ന് പരിരക്ഷിക്കുകയും കുറച്ചുകൂടി കാര്യക്ഷമമാക്കുകയും ചെയ്താൽ ഈ പുതിയ ആശയങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും സ്വാംശീകരിക്കാനും നടപ്പാക്കാനുമുള്ള സംവിധാനം ഇപ്പോൾ തന്നെ നിലവിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പോവർട്ടി റിഡക്ഷനിൽ നമ്മൾ 9ാം പദ്ധതിയിൽ ഏതാണ്ട് 40% തുക അന്ന് മുതൽ ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി നമ്മൾ മാറ്റിവെച്ചിരുന്നു എന്നുള്ളത് കാണുന്നു. ഇപ്പോൾ നമുക്ക് നമ്മുടെ 2011-12 അബ്സല്യൂട്ട് പോവർട്ടി റേറ്റ് 11.3% ആയിരുന്നത് വളരെ കുറഞ്ഞ് ഇപ്പോൾ ഏറ്റവും റൂറൽ പോവർട്ടി എന്ന് പറയുന്നത് 7.3% ആയിട്ട് മാറി, എക്സ്ട്രീം പോവർട്ടി 0.7% ആയിട്ട് മാറി എന്നുള്ള വലിയ ട്രാൻസിഷൻ കേരളത്തിൽ നിന്ന് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ക്രെഡിറ്റ് വേറെ ആർക്കുമല്ല, മറിച്ച് നമ്മുടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് തന്നെയാണ്. മറ്റു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഈ അവശ്യ വിഭാഗങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നാം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ നീതി ആയോഗ് വന്നതോടുകൂടി പദ്ധതി അതുപോലെ തന്നെ നോൺ പ്ലാൻ, പദ്ധതി ഏതരം എന്ന് പറയുന്ന 2 വിഭാഗങ്ങൾക്കും ഇല്ല. അതുപോലെ തന്നെ SCP, TSP എന്ന് പറയുന്ന സംവിധാനങ്ങളും ഇല്ല. SCP, TSP എന്ന് പറയുന്ന 2 സംവിധാനം, സ്പെഷ്യൽ കമ്പോണന്റ് പ്ലാൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ട്രൈബൽ സബ് പ്ലാൻ എന്ന് പറയുന്ന 2 സംഗതികൾ ഇപ്പോഴും നിലനിൽക്കുന്നത് കേരളത്തിലേ ഉള്ളൂ. അത് നിലനിൽക്കുന്നതിൽ SCPയിൽ 42% തുക തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വഴിയാണ് ഇപ്പോഴും ചെലവാക്കുന്നത്. ആ വകുപ്പ് ചെലവഴിക്കുന്നത് ബാക്കിയേ ഉള്ളൂ. TSPയിൽ വ്യത്യാസമുണ്ട്. TSPയിൽ അതിൻ്റെ പകുതി ഏതാണ്ട് 23% മാത്രമേ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വഴി നടപ്പാക്കാറുള്ളൂ. പ്രധാനമായിട്ട് ഉദ്യോഗസ്ഥ സംവിധാനത്തിൻ്റെ അപര്യാപ്തതയും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് വകുപ്പാണത് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തുക നമ്മൾ എങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്? ജനകീയാസൂത്രണത്തിന് ഒരിക്കലും മികവ് അവകാശപ്പെടാനില്ലാത്തൊരു മേഖലയാണ് ഈ വിഭാഗങ്ങളുടെ പരിരക്ഷയുമായി, അവരുടെ ജീവനോപാധികൾ മെച്ചപ്പെടുത്തുന്നതുമായി, അവരുടെ വിദ്യാഭ്യാസ സൗകര്യം മെച്ചപ്പെടുത്തുന്നതുമായിട്ടൊക്കെ നാം ചെയ്യേണ്ടിയിരുന്ന പ്രവർത്തനങ്ങൾ ചെയ്തില്ല എന്നുള്ളത്. അത് ഒരു കറുത്ത പൊട്ടായി ഇപ്പോഴും അവശേഷിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്,
ഭൂപരിഷ്കരണ കാലം മുതൽ ഉണ്ടായിട്ടുള്ള അനഭിലഷണീയമായിട്ടുള്ള ചില കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്, ഞാൻ അതിനെക്കുറിച്ചുകൂടെ പറയുന്നത്. ഇവർക്ക്, ഈ വിഭാഗത്തിന് കോടിക്കണക്കിന് രൂപ നാം ചെലവഴിക്കുന്നുണ്ട് എങ്കിലും അവരുടെ വിദ്യാഭ്യാസ നിലവാരം കൂടിയോ കൂടി. പക്ഷെ അവരിൽ എത്ര പേർക്ക് A+ കിട്ടുന്നുണ്ട്? അവരിൽ എത്ര പേർക്ക് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവേശനം ലഭിക്കുന്നുണ്ട്? അവരിൽ എത്ര പേര് ഉന്നത വിദ്യാഭ്യാസം പൂർത്തീകരിക്കുന്നുണ്ട്? അവർക്ക് ഓരോ ക്ലാസ്സിലും കിട്ടുന്ന ഗ്രേഡ് എത്രത്തോളം? ഇതിന്റെ സമഗ്രമായ പരിശോധന എവിടെയും നടന്നിട്ടില്ല. അപ്പൊ കാലാനുസൃതമായി മറ്റ് വിഭാഗങ്ങൾ കൈവരിച്ച നേട്ടം ഇവർക്ക് കൈവരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതും, അവരുടെ കൊഴിഞ്ഞുപോക്ക് മുമ്പത്തേതിൽ നിന്നും കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഗണ്യമായി കുറയ്ക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ഒരു വലിയ പ്രശ്നമായിട്ട് അവശേഷിക്കുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു നമ്മളെ പോലെയുള്ള സംഘടനകൾ വളരെ സൂക്ഷ്മമായിട്ട് നോക്കേണ്ടതാണ്. ആസൂത്രണ ബോർഡ് ഈ അടുത്ത കാലത്ത് ഇതുമായി ബന്ധപ്പെട്ട ഒരു പുതിയ സാധ്യത ഗവൺമെന്റിന് മുന്നിൽ വെച്ചു. കേരളത്തിലെ മുഴുവൻ പട്ടികവർഗ വിദ്യാർത്ഥികളെ നേരിട്ട് അധ്യയനം ഉറപ്പാക്കുന്ന ഒരു സംവിധാനം, അവരുടെ പുരോഗതി നിരന്തരം വിലയിരുത്തുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ട്യൂട്ടറിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനം. പക്ഷെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇവിടെ പറയാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ബന്ധപ്പെട്ട വകുപ്പിന് വലിയ താല്പര്യം കണ്ടിട്ടില്ല. നമ്മളത് പറയുമ്പോൾ ഞങ്ങൾക്ക് ഇപ്പോഴേ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് എന്ന് പറയുന്നതിനപ്പുറത്ത് ഒരു മിഷൻ മോഡിലേക്ക്, ഇപ്പൊ ദാരിദ്ര്യം നിങ്ങൾക്ക് 64,004 ദരിദ്ര കുടുംബങ്ങളെ നിങ്ങൾക്ക് 2-3 വർഷം കൊണ്ട് കൈപിടിച്ച് കയറ്റാമെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് എന്തുകൊണ്ട് കേരളത്തിലെ മുഴുവൻ പട്ടികവർഗ വിദ്യാർത്ഥികളെ അവരുടെ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തി അവരുടെ ഗ്രേഡ് കൂട്ടാൻ കഴിയുന്ന വിധത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് ആകർഷിക്കാവുന്ന ഒരു പദ്ധതി സവിശേഷമായി രൂപകൽപ്പന ചെയ്തുകൂടാ? എന്തുകൊണ്ട് നടപ്പാക്കിക്കൂടാ? ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഒരു ഔദ്യോഗിക സംവിധാനവും ആ തരത്തിലുള്ള പ്രതികരണാത്മകത ഈ വിഷയത്തോട് കാണിക്കുന്നില്ല എന്നുള്ളത് സത്യമാണ്. കേരളത്തിൽ ഈ 2 വിഭാഗങ്ങളുടെ സമഗ്രമായിട്ടുള്ള വികസനം ഉറപ്പാക്കാതെ നമ്മൾ കേരളത്തിന്റെ പുരോഗതിയെക്കുറിച്ച് പറഞ്ഞിട്ടേ കാര്യമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറത്താണ്. 2 വാദഗതികളുണ്ട്. ആ വാദഗതികളിൽ ഏത് സ്വീകരിക്കണമെന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അവരെ അവരുടെ പാട്ടിന് വിടുക, അവർ ലെറ്റ് ദം ലീവ് ആസ് അബോറിജിൻസ്, അവര് അങ്ങനെ നടന്നോട്ടെ എന്നുള്ളത്. അതെനിക്കറിയില്ല നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ എന്താണ് അതുമായി ബന്ധപ്പെട്ടുള്ള ചിന്ത ഉള്ളതെന്നറിയില്ല. അവർക്ക് അവിടെ തന്നെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്ന് പറയുന്ന ഒരു മീഡിയൻ വേറൊരു വാദഗതി വശത്തുണ്ട്. പക്ഷെ അവരെ പൊതുധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്, ചൂഷണ വിമുക്തമാക്കുക എന്നുള്ളത്, ഈ പറയുന്ന ധനവും മറ്റ് സംവിധാനങ്ങളും ഒക്കെ അവർക്ക് ലഭ്യമാക്കുക എന്നുള്ളതുമായിട്ടുള്ള മറ്റൊരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് ഞാനീ പറയുന്നത്. അപ്പം അതിനകത്ത് ഏത് വിധത്തിലാണ് സംവിധാനം വേണ്ടതെന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. അതിനകത്ത് പോലും കൃത്യമായിട്ടുള്ളൊരു ക്ലാരിറ്റി നമുക്ക് ആ വിഷയത്തെക്കുറിച്ച് ഉണ്ടാകേണ്ടതായിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഏറ്റവും കൂടുതൽ വികസിച്ചിട്ടുള്ള മേഖല പശ്ചാത്തല മേഖലയാണ്. കൃത്യമായി കാര്യങ്ങൾ അറിയാവുന്നത് 30% കൂടുതൽ തുക ചെലവഴിക്കരുത് എന്ന് കർശന നിബന്ധന ഉണ്ടായിട്ട് പോലും കഴിയുന്നത്ര എല്ലാ മേഖലകളിലും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ ഇപ്പോഴും തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതിൽ ഏറ്റവും ദോഷകരമായിട്ടുള്ള വസ്തുത, ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഒന്നും ഒരു സമഗ്ര പദ്ധതിയുടെ ഭാഗമായിട്ടോ നമ്മുടെ നാട്ടിലെ സവിശേഷമായ ഭൂമിശാസ്ത്രപരവും കാലാവസ്ഥാപരവുമായിട്ടുള്ള പ്രശ്നങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടല്ല ആവിഷ്കരിക്കുന്നത് എന്നുള്ളതാണ്. ഉദാഹരണത്തിന് തോടുകൾ, ഡ്രെയിനേജുകൾ, അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങൾ ഇവയൊക്കെ ആവിഷ്കരിക്കുന്നതിന് ഒരു മാസ്റ്റർ പ്ലാനും ബാധകമാണ്. ഡ്രെയിനേജിന്റെ ടോപ്പോഗ്രഫി ബാധകമാണ്. ഡ്രെയിനേജിന്റെ ഗ്രേഡിയന്റ് ബാധകമാണ്. ഇത് അവസാനം ഈ പറയുന്ന നിർമ്മിതികൾ എന്താണ് ഫലത്തിൽ
അതിൻ്റെ ഫലം ഉളവാക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടില്ലാതെ അത് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതിൽ വലിയ തോതിൽ ഇടപെടേണ്ടതായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം പ്രത്യേകിച്ച് കാലാവസ്ഥാ മാറ്റത്തിൻ്റെ ഈ പ്രത്യേക ഘട്ടത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ സമഗ്രമായിട്ടുള്ള ഒരു പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ശാസ്ത്രീയമായി വിഭാവനം ചെയ്തിട്ടുള്ള നീരൊഴുക്കിൻ്റെയും ജലസംരക്ഷണത്തിൻ്റെയും മണ്ണൊലിപ്പിൻ്റെയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് ഈ ഭൗതിക സാഹചര്യങ്ങൾ സൃഷ്ടിക്കേണ്ടതായിട്ടുണ്ട്. സ്കൂളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന അംഗൻവാടിയൊക്കെ ഉണ്ടാക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, മറിച്ച് ഭൂമിയിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ, അതിൽ നമുക്കിപ്പോഴും ശാസ്ത്രീയമായിട്ടുള്ള ഒരു സംവിധാനവും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വിശേഷിക്കുന്നുണ്ട്. പക്ഷെ ഒരു ചെറിയ രസകരമായൊരു കണക്ക്, 2021 ആയപ്പോഴത്തേക്കും 2,989 കിലോമീറ്ററാണ് റോഡുകൾ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. 19% പ്ലാൻ ഫണ്ട് ഈ റോഡുകൾക്ക് വേണ്ടി മാത്രമായിട്ട് കേരളത്തിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ മാറ്റിവെക്കുന്നുണ്ട്. ഇൻഫ്രാസ്ട്രക്ചറിൽ ഏറ്റവും കൂടുതൽ മാറ്റിവെക്കപ്പെടുന്ന റോഡാണ്. കണക്ടിവിറ്റി സ്വാഭാവികമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഏറ്റവും നിരാശാജനകമായിട്ടുള്ള ഒരു പ്രശ്നം, സാധാരണഗതിയിൽ കണക്ടിവിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു ഡെവലപ്മെന്റ് എന്നാണ് പറയുക. പക്ഷേ നമ്മുടെ ഗ്രാമങ്ങളിലെ ഉൽപാദന വ്യവസ്ഥ വർദ്ധിക്കുന്നതിനോ ഉൽപാദനം വർദ്ധിക്കുന്നതിനോ ഈ കണക്ടിവിറ്റി ഇതുവരെയും സംഭാവന ചെയ്തിട്ടില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഇത് തുടങ്ങിയ അന്ന് മുതൽ, ഞാൻ ആ കാര്യത്തിലോട്ട് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വരാം, തുടങ്ങിയ അന്ന് മുതൽ ഉൽപാദന മേഖലയിൽ ക്രമാനുഗതം എന്ന് പറയാവുന്ന കുറവാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഇൻഫ്രാസ്ട്രക്ചർ യഥാർത്ഥത്തിൽ പ്രയോജനം ചെയ്തിട്ടുള്ളത് സേവന മേഖലയെ പുഷ്ടിപ്പെടുത്തുന്നതിനും ഭവനങ്ങൾ സൃഷ്ടിക്കുന്നതിനും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, മറിച്ച് അത് ഉൽപാദനപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല എന്ന് പറയേണ്ടതായിട്ട് വരും. അതുപോലെ ഇലക്ട്രിഫിക്കേഷൻ മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ്. വലിയ തോതിൽ നമുക്ക് മുന്നേറാൻ കഴിഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ കണക്കുകളിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ഭവന നിർമ്മാണത്തെക്കുറിച്ച് നമുക്കൊക്കെ അറിയാം. ലൈഫ് 5 ലക്ഷം ഭവനങ്ങൾ നിർമ്മിക്കാൻ ആണ് ലക്ഷ്യമിട്ടത്. ഏതാണ്ട് 10 ലക്ഷത്തോളം അപേക്ഷകർ ഇപ്പോൾ നിലവിലുണ്ട്. അനഭിലഷണീയമെന്ന് പറയാൻ പാടില്ലെങ്കിലും ചില പ്രവണതകൾ ആ രംഗത്തും കടന്നു വരുന്നുണ്ട്. നമുക്ക് കേന്ദ്ര ഗവൺമെൻറ്റും ഏതാണ്ട് സമാനമായ വിധത്തിൽ ഹൗസിങ്ങിൻ്റെ രംഗത്ത് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ താല്പര്യപ്പെടുന്നുണ്ട്. ഇന്നത്തെ പത്രത്തിലുണ്ട് PMAY ഏതാണ്ട് 1.5 ലക്ഷത്തോളം പുതിയ വീടുകൾക്ക് സാങ്ഷൻ കൊടുത്തിരിക്കുന്നു. ആ 1.5 ലക്ഷത്തോളം പുതിയ വീടുകൾക്ക് സാങ്ഷൻ കൊടുക്കുമ്പോൾ ആ കൂടി ലഭിക്കുന്നത് വെറും 1.5 ലക്ഷം രൂപയാണ് എന്നുള്ള മനസ്സിലാക്കണം. 72,000 രൂപ നമ്മുടെ ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിഹിതം കൂടി ചേർന്ന് 1.5 ലക്ഷം രൂപയും, ആ 1.5 ലക്ഷം രൂപ കൊണ്ട് കേരളത്തിലെ ഒരു ബാത്റൂം പോലും ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളതും, ഈ പറയുന്ന ബാക്കി 4 ലക്ഷം കൊണ്ടും കഴിയില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ, ബാക്കിയുള്ള തുക കേരള സർക്കാർ കൊടുക്കേണ്ടി വരുമെന്നുള്ളതും നമ്മുടെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിയിൽ വലിയൊരു പ്രശ്നമായിട്ട് വരാൻ പോകുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഭവനം എന്ന് പറയുന്നത് എല്ലാവരുടെയും അവകാശമാണെന്ന് പറയുമ്പോഴും ഈ ഭവനം എന്ന് പറയുന്ന പ്രശ്നം കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ വലിയ തോതിലുള്ള സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതുകൂടി നമ്മൾ യാഥാർത്ഥ്യബോധത്തോടെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. 5 ലക്ഷം പേർക്ക് കൊടുത്തു കഴിയുമ്പോൾ നിരന്തരമായി ഭവനങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കാൻ കഴിയുമോ? എന്താണ് ബദൽ മാർഗമുള്ളത്? നേരത്തെ പരിഷത്ത് തന്നെയാണ്, പരിഷത്തിൻ്റെ കണക്ക് ഇപ്പോഴും ഉള്ളത്. ഗവൺമെൻറ് 15 ലക്ഷത്തോളം 10 ലക്ഷത്തോളം വീടുകൾ ആരും അധിവസിക്കാതെ കേരളത്തിലുണ്ട് എന്നുള്ളത്. അതിന് ഏത് തരത്തിലുള്ള സമഗ്രമായ നിയമമാണ് സാധ്യത എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ നമ്മൾ സമഗ്രമായി ചർച്ച ചെയ്യുന്നതും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധ്യമായിട്ടുള്ളതുമായിട്ടുള്ളൊരു മറ്റൊരു ശുചിത്വത്തിൻ്റെ മേഖലയാണ്. അത് കഴിഞ്ഞ ഒരു 3 വർഷത്തിൽ കേരളത്തിൽ ശുചിത്വവുമായി ബന്ധപ്പെട്ട് ഒരു വലിയ മുന്നേറ്റം നടത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ പശ്ചാത്തലം ബ്രഹ്മപുരം പോലെയുള്ളൊരു വലിയ ദുരന്തമായിരുന്നു എന്നുള്ളത് ഓർക്കണം. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ അതുപോലെ തന്നെ ഹൈക്കോടതിയും ഒക്കെ ഈ പ്രശ്നം ചൂണ്ടിക്കാട്ടി ചില കാര്യങ്ങൾ നിർബന്ധമായും ചെയ്തെങ്കിലേ പറയുമ്പോൾ വലിയ തോതിൽ റെഗുലേറ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ പ്രേരിപ്പിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ അവസ്ഥ ഈ തരത്തിൽ മോശമാകാത്ത വിധത്തിൽ നേരത്തെ തന്നെ പരിഹരിക്കാമായിരുന്നു എന്നുള്ളതാണ് സത്യം. കാരണം അവരുടെ പ്രാഥമിക ചുമതലയാണ്.
പക്ഷെ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ഖരമാലിന്യത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു പരിധി വരെ നമുക്കത് കൈകാര്യം ചെയ്യാം. പക്ഷെ കേരളം ഇതുവരെയും സ്പർശിച്ചിട്ടില്ലാത്ത ഒരു മേഖല ദ്രവമാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ദ്രവമാലിന്യത്തിൻ്റെ അളവും അതുപോലെ തന്നെ അതുണ്ടാക്കുന്ന മാലിന്യവും അതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികസന പ്രശ്നമായിട്ട് നിലനിൽക്കുന്നു. നമുക്ക് കുറച്ചുകൂടി തീവ്രമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ ഖരമാലിന്യത്തിൻ്റെ കാര്യത്തിൽ വലിയൊരു അളവ് വരെ നമുക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും. ഇപ്പോൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇതൊക്കെ സംസ്കരിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ ജനങ്ങൾ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. ജനങ്ങൾക്ക് അതിനോട് താല്പര്യമില്ല. ജനങ്ങൾക്ക് ഫൈൻ കൊടുക്കാൻ താല്പര്യമില്ല. ജനങ്ങൾക്ക് ഹരിതകർമ്മ സേനയ്ക്ക് ഓരോ മാസവും 50 രൂപ വീതം കൊടുക്കാൻ താല്പര്യമില്ല എന്നുള്ള വിധത്തിലുള്ള വലിയ തോതിലുള്ള അവബോധ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട്. അതൊരു സിവിക് ഡ്യൂട്ടിയാണ്, പൗരധർമ്മമാണ് എന്ന വിധത്തിലേക്ക് കേരളം വളരേണ്ടതായിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും ക്യാമ്പയിൻ കൊണ്ട് മാത്രം അവസാനിക്കുന്ന ഒന്നല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇതിന് വലിയ തോതിൽ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ പറയുന്നത് പോലെ ഇത് കളക്ട് ചെയ്യുന്നതിന് പ്രാദേശികമായിട്ടുള്ള MCF-ഉം RRF-ഉം ഒന്നും മാത്രം ഉണ്ടാക്കിയതുകൊണ്ട് കാര്യമില്ല. ഇതൊക്കെ ഡിസ്പോസ് ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളത്. അപ്പോൾ ഈ അടുത്ത കാലത്ത് താല്പര്യമുണ്ടെങ്കിൽ വേസ്റ്റ് ലാൻഡ് എന്ന് പറഞ്ഞൊരു പുതിയ പുസ്തകം വന്നിട്ടുണ്ട്. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, ആമസോണിൽ. അതിൻ്റെ പേര് ഒരു ലാറ്റിൻ അമേരിക്കൻ റൈറ്ററാണ്, ഒരു ജേർണലിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം വന്നിട്ടുണ്ട്. ഹിന്ദുവിൽ അതിനെക്കുറിച്ച് റിവ്യൂ ഉണ്ടായിരുന്നു. ലോകത്തെ മാലിന്യത്തിൻ്റെ മുഴുവൻ അവസ്ഥ ആ പുസ്തകത്തിൽ വരച്ച് കാണിക്കുന്നു. നമ്മൾ ഏറ്റവും കൂടുതൽ മേനി നടിക്കുന്ന അമേരിക്കയിൽ വെറും 30% താഴെ മാത്രമേ പ്ലാസ്റ്റിക് മാലിന്യം റീസൈക്കിൾ ചെയ്യുന്നു. നമ്മളെപ്പോഴും പറയും റീസൈക്കിൾ ചെയ്യൂ, കുറച്ച് ഉപയോഗിക്കൂ. പക്ഷേ വെറും 30% ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് റീസൈക്കിൾ ചെയ്യുന്നത് ജർമ്മനിയാണ്. ജർമ്മനി അവരുടെ മുഴുവൻ മാലിന്യത്തിൻ്റെ ഏതാണ്ട് 60% റീസൈക്കിൾ ചെയ്യുന്നതെന്ന് പറയുന്നു. അമേരിക്ക ഉൾപ്പെടെയുള്ളത് വെറും 30%. ബാക്കിയുള്ള രാഷ്ട്രങ്ങൾ അതിനേക്കാൾ വളരെ താഴെയാണ്. അവർ മുഴുവൻ ഭൂമിയിൽ കുഴിച്ചിടുകയാണ് ചെയ്യുന്നത്. ലാൻഡ് ഫില്ലാണ്. ഇത് മുഴുവൻ കംപ്രസ് ചെയ്ത് വലിയ കുഴികളുണ്ടാക്കി അതിന് കോൺക്രീറ്റ് ലൈനിങ് കൊടുത്ത് ഇടിച്ചമർത്തി അതിൽ ലാൻഡ് ഫില്ലിംഗ് നടത്തി അതിൻ്റെ മുകളിൽ മണ്ണിട്ട് മൂടി ആ പ്രദേശം പൂർണ്ണമായി കഴിയുമ്പോൾ അടുത്ത പ്രദേശത്തോട്ട് മാറി വിശാലമായിട്ടുള്ള സ്ഥലങ്ങളിൽ വലിയ കുഴികളെടുത്ത് നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് പ്ലാസ്റ്റിക്. കേരളത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന ക്ലീൻ കേരള കമ്പനിയിൽ നിന്ന് പ്ലാസ്റ്റിക്കിൻ്റെ കെട്ടുകളാക്കി സിമൻറ്റ് ചൂളകളിലേക്കാണ് കൊടുക്കുന്നത്. സിമൻറ്റ് ചൂളകൾ എടുക്കുന്നില്ല എന്ന് തീരുമാനിക്കുന്ന നിമിഷം നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ പ്രശ്നം രൂക്ഷമാണ്. ഇപ്പോൾ ഓരോ സംസ്ഥാനത്തും അത് തന്നെ അവിടെ തന്നെ സംസ്കരിക്കണം എന്നുള്ളൊരു നില കൂടി വന്നിട്ടുണ്ട്. അതും കൂടി വന്നാൽ കേരളം എന്ത് ചെയ്യും എന്നുള്ളത് സംബന്ധിച്ച് ഒരു ധാരണയും നമുക്കില്ല. പ്ലാസ്റ്റിക്കിനെ ഉപേക്ഷിക്കാനും കഴിയില്ല. പ്ലാസ്റ്റിക് അവസാനിപ്പിക്കുക എളുപ്പമാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ പുതിയ വികസന പ്രശ്നങ്ങൾ വലിയ തോതിൽ വരുന്നുണ്ട്. അത് സെഗ്രിഗേഷൻ കൊണ്ട് മാത്രം തീരുന്ന ഒന്നല്ല, മറിച്ച് അതിൻ്റെ ബാക്ക് എൻഡ് പ്രോസസ്സ്, അതിൻ്റെ പശ്ചാത്തലത്തിൽ അതിൻ്റെ പിൻബന്ധങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വലിയ ഇൻഫ്രാസ്ട്രക്ചർ, അതിനുവേണ്ടി ഉണ്ടാകുന്ന കളക്ഷൻ്റെയും മറ്റ് സംവിധാനങ്ങളുടെയും ശേഖരണത്തിൻ്റെയൊക്കെ ശൃംഖലകൾ, ഇതിൽ വലിയ തോതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത് എത്രത്തോളം കാര്യക്ഷമമാണ് എന്നുള്ളത് നമ്മുടെ മുന്നിൽ ഒരു വലിയ വികസന പ്രശ്നമായിട്ട് അവശേഷിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ കേരളത്തിൽ 32% വേസ്റ്റ് നോൺ ബയോഡീഗ്രേഡബിളാണ്. 32% വേസ്റ്റ്. നമ്മൾ ഏതാണ്ട് 25,000 ടൺ വേസ്റ്റാണ് ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ളതാണ്. നമ്മുടെ ഒരു നഗര മേഖലകളിലും ഇത് കൈകാര്യം ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ നിലവിലില്ല എന്നുള്ളത് കേരളത്തിൻ്റെ സാധ്യതകളെ വലിയ തോതിൽ ബാധിക്കും. ഞാനിനി ഈ പ്രൊഡക്റ്റീവ് സെക്ടറിൻ്റെ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഈ ഭാഗം അവസാനിപ്പിക്കാം. നമുക്കറിയാവുന്നതുപോലെ പ്രൊഡക്റ്റീവ് സെക്ടർ എന്ന് പറയുന്ന ഉൽപ്പാദന രംഗം, അത് വ്യവസായമായാലും കൃഷിയാണെങ്കിലും മത്സ്യബന്ധനമാണെങ്കിലും പാലുൽപാദനമാണെങ്കിലും കേരളത്തിൻ്റെ അവസ്ഥ തികഞ്ഞ പരാജയമാണ് എന്ന് പറയേണ്ടി വരും. ഒരു കാലത്ത് ഏതാണ്ട് ഒരു 5 വർഷം മുമ്പ് കേരളത്തിൻ്റെ ക്ഷീരമേഖല ഏതാണ്ട് 90% സ്വയം പര്യാപ്തത കൈവരിച്ചതായി കണക്കുകൾ വന്നിരുന്നു.
പക്ഷേ ഈ വലിയ കാലാവസ്ഥാ മാറ്റത്തിൻ്റെ പശ്ചാത്തലത്തിൽ ക്ഷീരമേഖലയിൽ വലിയ പിന്നോട്ടടിയാണ് ഇപ്പോൾ അതിന് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷിയുടെ കാര്യത്തിൽ നമ്മുടെ ഭക്ഷ്യോൽപാദനത്തെക്കുറിച്ച് പറയുന്നതില്ല, നമ്മുടെ സ്ഥിരം ഒരു പ്രമേയമായതുകൊണ്ട് പറയുന്നില്ല. ഭക്ഷ്യോൽപാദന രംഗത്ത് ഒരു കാരണവശാലും സ്വയം പര്യാപ്തത നേടാൻ കഴിയാത്ത വിധത്തിൽ നമ്മുടെ ഭക്ഷ്യോൽപാദന രംഗം അസ്തമിക്കുന്നു. നാണ്യവിളകളുടെ കാര്യത്തിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത വ്യതിയാനങ്ങളാണ് നാണ്യവിളകളുടെ കാര്യത്തിൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നാണ്യവിളകളെ ഉപജീവിച്ച് മുന്നോട്ട് പോവുക എളുപ്പമേ അല്ല എന്നുള്ള അവസ്ഥ കേരളത്തിൽ വന്നിട്ടുണ്ട്. മൃഗസംരക്ഷണ രംഗം വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ചെറുകിട കർഷകർ ഏതാണ്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം. അതിന് പകരം പുതിയൊരു പ്രവണത വന്നുകൊണ്ടിരിക്കുന്നത് ചെറുകിട ഫാമുകളാണ്. 3, 4, 5 പശുക്കളുള്ള ഫാമുകളുടെ എണ്ണത്തിൽ വലിയ വർധന വരുന്നു. കേരളത്തിൽ ഏത് മാതൃകയാണ് അനുയോജ്യം എന്ന് ചോദിച്ചാൽ ഒരു മാതൃകയും പ്രത്യേകിച്ച് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ, ഏത് മാതൃക വന്നാലും നല്ലത് എന്ന് മാത്രമേ ഇപ്പോഴത്തെ അവസ്ഥയിൽ പറയാൻ കഴിയും. പാലുൽപാദനം ഏത് വിധേയനെയും വർദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മാംസത്തിൻ്റെ ഉൽപാദനത്തിലും നമ്മൾ ഈ പറഞ്ഞതുപോലെ നമുക്ക് സ്വയം പര്യാപ്തത ഈ അടുത്ത കാലത്ത് എങ്ങും കൈവരിക്കാൻ കഴിയും എന്നുള്ള അവസ്ഥ ഇപ്പോൾ ഇല്ല. അപ്പോൾ ഈ പ്രൊഡക്റ്റീവ് സെക്ടറിലെ വലിയ നിക്ഷേപം കേരളത്തിൻ്റെ മുഴുവൻ വികസന പ്രവർത്തനത്തിന് ആവശ്യമാണ് എന്നുള്ളത് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇതെങ്ങനെ നമുക്ക് കൈവരിക്കാൻ കഴിയും? പുതിയ സംഘടനാ രൂപങ്ങൾ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു പൊതു പ്രവണത, നല്ല വിദ്യാഭ്യാസമുള്ളവർ കുറച്ച് കൂടുതൽ ഭൂമി എവിടെ നിന്നെങ്കിലും കൈവശപ്പെടുത്തി വലിയ തോതിലുള്ള പ്രൊഡക്ഷൻ, സ്മോൾ സ്കെയിൽ പ്രൊഡക്ഷൻ അല്ല, 5 ഏക്കർ 10 ഏക്കർ എന്നതിനപ്പുറത്തേക്ക് മാറി 50 ഏക്കർ 100 ഏക്കർ എന്ന വിധത്തിൽ ഇക്കോണമി ഓഫ് സ്കെയില് പരിരക്ഷിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ലാഭകരമാകുന്ന തരത്തിലുള്ള പ്രൊഡക്ഷനിലേക്ക് പോകുന്ന ഒരു പ്രവണത ഇപ്പോൾ കേരളത്തിൽ കണ്ടുവരുന്നു. ഇപ്പം ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു പ്രമുഖ പത്രത്തിൻ്റെ കർഷക അവാർഡുമായി ബന്ധപ്പെട്ട് ചില അന്വേഷണങ്ങൾ നടത്തിയിരുന്നു. അപ്പോൾ അതിനകത്ത് പാലക്കാടുള്ള ഒരു കർഷകൻ 100 ഏക്കർ സ്ഥലത്താണ് നെൽകൃഷി ചെയ്യുന്നത്. അയാൾക്ക് സ്വന്തമായിട്ട് 2.5 ഏക്കറേ ഉള്ളൂ, ബാക്കി മുഴുവൻ പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്ന ഒരാളാണ്. 100 ഏക്കറിൽ അയാൾ സമൃദ്ധമായിട്ട് നെല്ല് വിളയിക്കുന്നുണ്ട്. സബ്സിഡിയും മറ്റു കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് വളരെ ലാഭമാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം യാതൊരു സാമ്പത്തിക പ്രശ്നങ്ങളും ഇല്ല. വേറൊരാൾ ഏതാണ്ട് 50-60 ഏക്കറോളം തെങ്ങ് കൃഷി ചെയ്യുന്നു. എനിക്കത് പുതിയ അനുഭവമായിരുന്നു. കാരണം പാട്ടത്തിനെടുത്തിട്ടാണ് തെങ്ങ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അതെന്താണ്. അപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥരൊന്നും ഇവിടെ ഇല്ല, പല ആൾക്കാർ പല സ്ഥലങ്ങളിൽ പോയിരിക്കുന്നു. അയാൾ മുന്നോട്ട് വന്നു. ആൾക്കാർ അയാളോടുള്ള വിശ്വാസം കൊണ്ട് 5-6 വർഷം ആ തെങ്ങിൻ തോട്ടമൊക്കെ കൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ തെങ്ങിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വെള്ളമൊക്കെ കൊടുത്ത് 3 വർഷം കഴിയുമ്പോഴേ അതിൻ്റെ ഫലം നമുക്ക് കാണാൻ കഴിയും. ഇയാൾ മൈക്രോ ഇറിഗേഷൻ നടത്തുന്നുണ്ട്. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ പാട്ടത്തിനെടുക്കുന്ന ഭൂമിയിൽ എങ്ങനെയാണ് ഡ്രിപ്പ് ഇറിഗേഷൻ നടത്തുക? ഡ്രിപ്പ് ഇറിഗേഷനാണ് ഏറ്റവും നല്ലത് തെങ്ങിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അയാൾ പറഞ്ഞു അയാൾക്ക് അതിനുള്ളൊരു പോർട്ടബിൾ ഡ്രിപ്പ് സിസ്റ്റം. അയാളൊരു തെങ്ങിൻ തോട്ടത്തിൽ ചെന്ന് അത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അവിടെ സംവിധാനങ്ങളെല്ലാം ഒരുക്കി നല്ല പരിരക്ഷ കൊടുത്ത് ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനം ഉണ്ടാക്കി അതിനുശേഷം ആ കരാർ അവസാനിക്കുമ്പോൾ ഈ സംവിധാനങ്ങളൊക്കെ എടുത്ത് അയാൾ പുതുതായിട്ട് കിട്ടുന്ന സ്ഥലത്തേക്ക് മാറ്റാവുന്ന വിധത്തിൽ. അപ്പോൾ ഇതിനൊക്കെ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഒരു പുതിയ കൃഷിയുടെ സാമൂഹിക രൂപം ഉയർന്നു വരാനുള്ള വലിയ സാധ്യതയുണ്ട്. അത് സംരംഭകത്വത്തിൻ്റെ രൂപത്തിലാകാം എന്നെനിക്ക് തോന്നുന്നു. ചെറുകിട കർഷകരുടെ ഉൽപ്പാദനത്തെ അഗ്രിഗേറ്റ് ചെയ്യുക, സമാഹരിക്കുന്നതിന് വേണ്ടിയുള്ള സംഘടനാ സംവിധാനങ്ങൾ, അതൊരു മൊബൈൽ ആപ്പാവാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംവിധാനങ്ങളാവാം. എങ്ങനെയാണ് ഈ ചെറിയ ഉൽപ്പാദകരുടെ ഉൽപ്പന്നങ്ങളെ നമുക്ക് സമാഹരിക്കാൻ കഴിയുക, അതിനെ വലിയ തോതിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ കഴിയുക, ഇങ്ങനെയുള്ള വലിയ കൃഷിയിടങ്ങളെ നമുക്ക് എങ്ങനെ പരിരക്ഷിക്കാൻ കഴിയും, അത് ഏറ്റെടുക്കാൻ തയ്യാറാകുന്നവരെ നമുക്ക് എന്ത് തരത്തിലുള്ള സാമ്പത്തിക സഹായം നൽകി നിലനിർത്താൻ കഴിയും എന്നുള്ള വിധത്തിൽ കേരളത്തിൻ്റെ കൃഷിയുടെ പുനഃസംഘാടനത്തെക്കുറിച്ച് ആലോചിക്കേണ്ട സമയമായിട്ടുണ്ട് എന്നാണ് നമുക്ക് തോന്നുന്നത്. ഇന്നലെ ഒരു 4 പേര് കാണാൻ വന്നിരുന്നു. എന്നും മാഷോട് പറയായിരുന്നു, ഈ 4 പേര് വന്നിരിക്കുന്നത് റബ്ബർ കർഷകരാണ്. റബ്ബർ കൃഷിയിൽ ഒന്നുമേ കിട്ടാത്ത അവസ്ഥ.
പ്രത്യേകിച്ച് തൊഴിലാളികളെ കിട്ടാത്ത അവസ്ഥ. അവർ റബ്ബർ കുറേശ്ശെ മുറിച്ചു മാറ്റി ഫലവൃക്ഷ കൃഷിയിലേക്ക് മാറി. ഫലവൃക്ഷ കൃഷി എന്ന് പറയുന്നത് റംബ്യൂട്ടാൻ, അതുപോലെ തന്നെ മാംഗോസ്റ്റീൻ മുതലായിട്ടുള്ള എക്സോട്ടിക് ഫ്രൂട്ട്സ് ആണ് പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അവർ പറയുന്നത് ഏതാണ്ട് ഒരു 100 ഇരട്ടിയിലധികം ലാഭം ഫലവൃക്ഷ കൃഷിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. 100 ഇരട്ടിയിലധികം ലാഭം ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ കോടികളുടെ കണക്കാണ് അവർ 10 ഏക്കറിൽ നിന്നുള്ള റംബ്യൂട്ടാൻ കൃഷിയിൽ നിന്നും മാംഗോസ്റ്റീൻ കൃഷിയിൽ നിന്നും 1 കിലോയ്ക്ക് 600-700 രൂപയാണ് മാംഗോസ്റ്റീൻ. ഇന്നലെ അബിയു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ പഴം എനിക്ക് കൊണ്ട് തരികയും ചെയ്തു. അതൊരു ലാറ്റിൻ അമേരിക്കൻ വന്നിട്ടുള്ളതാണ്. ഒരു ആവശ്യം അവർക്ക് പ്ലാന്റേഷൻ എന്ന് പറയുന്ന നിർവചനത്തിൽ ഈ ഫലകൃഷി കൂടി ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് അവരുടെ നിർദ്ദേശം. തൊഴിലാളികളെ ഉൾപ്പെടെ ദ്രോഹിക്കുന്ന യാതൊരു കാര്യവും അവരുടെ ഒന്നും ഉണ്ടാവില്ല. പ്ലാനിംഗ് ബോർഡ് അതിന് താല്പര്യമെടുക്കണം എന്നുള്ള ആവശ്യമായിട്ട് വന്നതാണ്. പക്ഷെ അവരുടെ സാമ്പത്തിക വിശകലനം കേട്ടപ്പോൾ കേരളത്തിന് വലിയ സാധ്യതകളുണ്ട് എന്ന് തോന്നിപ്പോയി. അതിൻ്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ടതായിട്ട് വരും. ഇത്തരത്തിലുള്ള പുതിയ കാർഷിക രീതികളിലേക്ക് മാറുന്ന ഒരു സമൂഹത്തെ നമുക്ക് കാണാൻ കഴിയുന്നു. ഇൻറ്റൻസീവായിട്ടുള്ള കൃഷി നടത്തുന്ന, പ്രത്യേകിച്ച് ഹൈ വാല്യൂ വെജിറ്റബിൾസ് നടത്തുന്ന ഒരു വലിയ സംഘം കേരളത്തിൽ ഇപ്പോൾ വരുന്നു. ഇപ്പോൾ തൃശ്ശൂർ കേന്ദ്രീകരിച്ച് 10-30 ഏക്കറുമൊക്കെ കൈവശമുള്ള വലിയ സ്ഥാപനങ്ങളുടെ ഭൂമി ഏറ്റെടുത്ത് കൃഷി ചെയ്യുന്ന ആൾക്കാരുടെ സംഘങ്ങൾ ഇപ്പോൾ ഉണ്ടായി വരുന്നത്. അപ്പോൾ കേരളത്തിൽ ഈ മാറ്റം സംഭവിക്കുന്നത് ഉൽപ്പാദന രംഗത്ത്. ഈ മാറ്റത്തെ നമ്മൾ എങ്ങനെ കാണുന്നു? ഈ മാറ്റത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ടോ? തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ള വിധത്തിലേക്ക് ഉൽപ്പാദന രംഗത്തെ പുതിയ സംഘടനാ രൂപങ്ങളുടെ സാധ്യതകൾ കൂടി മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് ചർച്ച നടത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ഈ മേഖലകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ കുറച്ചുകൂടി ശാസ്ത്രീയമായി നമുക്ക് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാനത് അതിനുള്ള ശ്രമം നടത്തുന്നില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ജനകീയാസൂത്രണത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ മുന്നിൽ വയ്ക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട പ്രമേയം. അതിനെ കാലാനുസൃതമായി നമുക്ക് മാറ്റേണ്ടിയിരിക്കുന്നു. ഉദാഹരണത്തിന് ഗ്രാമസഭകളെ കുറിച്ച് നമ്മൾ പരിതപിക്കുന്നു. മുമ്പ് ഗ്രാമസഭകൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇതുമായിട്ട് നടന്ന സമയത്ത് ഗ്രാമസഭകളിലൊക്കെ തിങ്ങി നിറഞ്ഞ ആൾക്കാർ വന്നിരുന്നു. ഇപ്പോൾ ആരും വരുന്നില്ല. ഇപ്പോൾ കോവിഡിൻ്റെ സമയത്ത് നമ്മൾ ഗ്രാമസഭകൾ ഓൺലൈനായിട്ട് കൂടുന്നതിനെ കുറിച്ച് ആലോചിച്ചു. ഗ്രാമസഭകൾ ഓൺലൈനായിട്ട് കൂടാൻ നമ്മുടെ പഞ്ചായത്ത് രാജ് ആക്ടിനകത്ത് നിയമം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ ഓൺലൈനായിട്ട് കൂടേണ്ടി വരും. കാരണം ഓൺലൈനായിട്ട് കൂടുമ്പോൾ 10-200 പേരെ കിട്ടാൻ പ്രയാസമില്ല. അപ്പം ഇങ്ങനെയുള്ള സാധ്യതകളുണ്ടോ എന്ന് ചോദിക്കേണ്ടി വരും. അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പറയുന്ന മുഴുവൻ പ്രോസസ്സ് നിങ്ങൾക്ക് തോന്നിയ പോലെ നടത്താൻ കഴിയുന്ന വിധത്തിൽ പഞ്ചായത്തുകളും അതുപോലെ തന്നെ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ മറ്റ് നിലയിലുള്ളവരുമൊക്കെ ഇതിനോട് താല്പര്യം കാണിക്കാതെ ഒഴിഞ്ഞു മാറുന്നു എന്നുള്ളതാണ്. അതിപ്പോൾ നിയമമാക്കാനുള്ള സംവിധാനങ്ങൾ വന്നിട്ടുണ്ട്. ജനകീയാസൂത്രണത്തിൻ്റെ മുഴുവൻ പ്രക്രിയയും ചട്ടങ്ങളാക്കി മാറ്റുന്നതിനുള്ള ശ്രമം ഗവൺമെൻറ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഉണ്ടായിട്ടുള്ള നമ്മുടെ അനുഭവങ്ങളെ ക്രിസ്റ്റലൈസ് ചെയ്യുന്നത്, ഇതുവരെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളെ കോൺക്രീറ്റൈസ് ചെയ്യുന്നതിന്, അതിനെ സ്ഥിരവൽക്കരിക്കുന്നതിന് ഒക്കെയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ വലിയ മാറ്റങ്ങൾ വരേണ്ടിയിരിക്കുന്നു. അതിൻ്റെ മുഴുവൻ സംഘാടനത്തിൽ, രീതിയിൽ, നടപ്പാക്കുന്ന നമ്മുടെ രീതിശാസ്ത്രങ്ങളിലൊക്കെ വലിയ മാറ്റം വരേണ്ടിയിരിക്കുന്നു. അവിടെയാണ് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടെയുള്ള ഇപ്പോൾ ബെനിഫിഷ്യറി സെലക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഗ്രാമസഭയെ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ബെനിഫിഷ്യറി സെലക്ഷൻ നമുക്ക് മാനദണ്ഡങ്ങൾ നൽകിക്കൊണ്ട് ഒരു സിറ്റിസൺ ഡാറ്റാബേസിൽ നിന്ന് നമുക്ക് സൃഷ്ടിക്കാവുന്നതിനെ കുറിച്ച് ആലോചിക്കാവുന്നതാണ്. പിന്നീട് അതിൻ്റെ വെരിഫിക്കേഷൻ മാത്രം നടത്തിയാൽ മതിയാവും. അപ്പം ഇങ്ങനെയുള്ള വലിയ സാധ്യതകൾ നമ്മുടെ മുന്നിലുണ്ട്. മറ്റു പ്രധാനപ്പെട്ട കാര്യം 14ാം പദ്ധതിയുടെ മുന്നിൽ, പ്രത്യേകിച്ച് പരിഷത്തിൻ്റെ മുന്നിൽ വയ്ക്കാനുള്ള 14ാം പദ്ധതിയുടെ ഒരു പ്രധാനപ്പെട്ട പരിപ്രേക്ഷ്യം തദ്ദേശഭരണ സ്ഥാപനങ്ങളെ സാമ്പത്തിക വളർച്ചയുടെ കേന്ദ്ര ബിന്ദുക്കളായി മാറ്റുക എന്നുള്ളതാണ്. ആ സാമ്പത്തിക വളർച്ച, വലിയ വളർച്ച എന്നുള്ള വിധത്തിൽ നമ്മൾ നേരത്തെ ടീച്ചർ പറഞ്ഞതുപോലെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്, വലിയ ഇൻഫ്രാസ്ട്രക്ചർ, പരിസ്ഥിതിക്ക് ദോഷമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന വിധത്തിലല്ല. മറിച്ച് ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ ക്രയശേഷി, ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ മനുഷ്യ വിഭവശേഷി, ഇത് പ്രധാനമായും ഏറ്റവും താഴേക്കിടയിലുള്ളവരാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്.
ഏതാണ്ട് കുറച്ച് മുന്നോട്ട് വന്നിട്ടുള്ളവരൊക്കെ ഇപ്പൊ മറ്റു പല ലക്ഷ്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. 2-3 വർഷം കൂടി, അല്ലെങ്കിൽ ഒരു 5 വർഷം കൂടി, 10 വർഷം കൂടി അത് തുടരാൻ സാധ്യതയുണ്ട്. വിദേശത്ത് പോവുക, അവിടുത്തെയുള്ള സാധ്യതകൾ നോക്കുക, അതുപോലെ കേരളത്തിന് പുറത്തേക്ക് പോവുക. കേരളത്തിന്റെ വികസന സാധ്യതകളെ നമുക്ക് ഇവിടെ തന്നെ പിടിച്ചു നിർത്താൻ കഴിയണം, ഇവിടെ തന്നെ വളർത്താൻ അനുവദിക്കണം. അത് ഇൻഫർമേഷൻ ടെക്നോളജി ആണെങ്കിലും, ഹെൽത്തിൽ നമുക്കുണ്ടായിട്ടുള്ള വലിയ നേട്ടങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണെങ്കിലും, നമ്മുടെ പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നതിന് വേണ്ടി ആൾക്കാരെ ആകർഷിച്ചുകൊണ്ടാണെങ്കിലും, നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ തോതിലുള്ള ബയോ ഡൈവേഴ്സിറ്റി, ജൈവ വൈവിധ്യത്തെ ഉപയോഗിച്ചുകൊണ്ടാണെങ്കിലും ഒക്കെ ഉൽപാദനപരമായി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയും സമ്പത്ത് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളിലേക്ക് തദ്ദേശഭരണ സ്ഥാപനങ്ങൾ മാറേണ്ടതായിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ഈ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ആര് വന്നാലും അവരെ സഹായിക്കുന്ന ഒരു നിലപാടെടുക്കണം എന്നുള്ളത് ഇപ്പോൾ വ്യാപകമായി നിർബന്ധമാക്കിയിരിക്കുന്നു. മാത്രമല്ല, ലോൺ ലഭിക്കാത്തവർക്ക് തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ നിന്നും സാമ്പത്തിക സഹായം ഉൾപ്പെടെ ലഭിക്കുന്ന വിധത്തിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ വളരേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഒരു പൊതു സമീപനം. അപ്പോൾ മുഴുവൻ ഈ പറഞ്ഞിട്ടുള്ള സാമൂഹ്യ മേഖലയിൽ നേടിയിട്ടുള്ള നേട്ടങ്ങൾ നിലനിർത്തുന്നതിനോടൊപ്പം തന്നെ നമ്മൾ തൊട്ടിട്ടില്ലാത്ത ചില മേഖലകൾ, ഇതുവരെയും നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ചില നേട്ടങ്ങൾ, പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാർജിനലൈസ്ഡ് വിഭാഗങ്ങളുടെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ, 2 സൂക്ഷ്മമായി നമ്മൾ നടത്തേണ്ടുന്ന ചില നിരീക്ഷണങ്ങൾ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസമൊക്കെ ബന്ധപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ശുചിത്വമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന വലിയ പ്രവർത്തനങ്ങൾ, അതിനോടൊപ്പം തന്നെ അതിനേക്കാൾ വളരെയധികം പ്രധാനമായി നമ്മുടെ ഉൽപാദന രംഗത്ത് നാം കൈവരിക്കുന്ന നേട്ടങ്ങൾ, നമ്മുടെ പ്രത്യേകിച്ച് യുവതയെ ഇവിടെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ, കേരളത്തിൻ്റെ ഓരോ പ്രദേശവും ഉൽപാദനപരമായി ഉപയോഗിക്കാൻ കഴിയുന്ന സാധ്യതകൾ, അതെങ്ങനെയാണ് ശാസ്ത്രീയമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ള നിലയിലേക്ക് ഈ പറയുന്ന ചർച്ച വളരേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച 2 രേഖകളിലുണ്ട്. അതിൻ്റെ വളരെ സംക്ഷിപ്ത രൂപത്തിലുള്ള ഒരു അവതരണം മാത്രമാണ് ഞാൻ നടത്തിയത്. ചർച്ചയുടെ സമയത്ത് മറ്റു കാര്യങ്ങളിലേക്ക് പ്രതികരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. എന്നെ ഇതിന് ക്ഷണിച്ച എല്ലാവർക്കും നന്ദി.